വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ 2ാം എഡിഷനിലെ തിരക്കഥയാണ് താരം എന്ന ശീർഷകത്തിന് കീഴിൽ നടക്കുന്ന ഈ സംവാദത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തിരക്കഥയാണ് താരം എന്ന ശീർഷകം കേൾക്കുമ്പോൾ എൻ്റെ ചില ഫീലിങ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടുപേരിലേക്കും വരാം. മലയാള സിനിമ ഒരു കാലഘട്ടത്തിൽ കോടമ്പാക്കത്തെ കേന്ദ്രീകരിച്ച് നടക്കുകയും പിന്നീട് ആലപ്പുഴയും തിരുവനന്തപുരത്ത് ഫിലിം സ്റ്റുഡിയോ ഒക്കെ വന്ന് പിന്നീട് മലയാള സിനിമ പല പ്രതിഭാധനരായ മനുഷ്യരുടെ കൈകളിലൂടെ മനസ്സുകളിലൂടെ കടന്നു പോവുകയും കോഴിക്കോട് ഒരു കേന്ദ്രമായിട്ട് മാറുന്നുണ്ട് മലയാളത്തിൻ്റെ ചലച്ചിത്രത്തിൻ്റെ തിരക്കഥ എഴുത്തിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 പേരുകൾ, ഒന്ന് ടി ദാമോദരൻ മാഷും ഒന്ന് MT വാസുദേവൻ നായരുമാണ്. ഈ സെഷൻ കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപോയ MTക്കുള്ള ഒരു ട്രിബ്യൂട്ടായിട്ട് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. MT തിരക്കഥയെക്കുറിച്ച് എഴുതിയ പല ലേഖനങ്ങൾ, പല ഓർമ്മകൾ ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ സെഷൻ കൈകാര്യം ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിരക്കഥയാണ് താരം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ തൻ്റെ തിരക്കഥയുടെ നിയന്ത്രണത്തിന് പുറത്ത് ഒരു സംവിധായകനും പ്രവർത്തിക്കാൻ അവസരം കിട്ടാത്ത നിലയിൽ ഒരുപക്ഷെ അതുവരെ MTയുടെ സാന്നിധ്യം വരെ മലയാളത്തിൽ താരങ്ങൾക്കും സംവിധായകന്മാർക്കും ഒക്കെ ഉണ്ടായിരുന്ന അവരൊക്കെയായിരുന്നു സിനിമയെ സംബന്ധിച്ച് പലരുമാണ് താരങ്ങൾ. പക്ഷേ MT സിനിമയിലേക്ക് വന്നതോടുകൂടി തിരക്കഥയാണ് താരം എന്ന് നമുക്ക് അതിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഇങ്ങേയറ്റത്ത് കഴിഞ്ഞ ദിവസം സിബി മലയിൽ പറയുന്നുണ്ട്, സദയം സ്ക്രിപ്റ്റ് എഴുതിയിട്ട് എനിക്ക് വായിച്ചു തരികയായിരുന്നു, പിന്നീട് ഡിസ്കഷനൊന്നും ഉണ്ടായില്ല എന്ന്. MT തന്നെ സിനിമയെക്കുറിച്ച്, ആ എഴുത്തിനെക്കുറിച്ച് പറയുന്നത്, ഇത് ഒരു വളരെ ഗുണമുള്ള ഒരു കാര്യമായിട്ടല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്, വളരെ മഹത്തായ ഒന്നായിട്ടല്ല, ഒരു പാർട്ട് ടൈം ജോലിയായിട്ട് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ അദ്ദേഹം തിരക്കഥയെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെ പോലും വളരെ മികച്ച ഒന്നായി കാണാതിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്ത് ദ ലൈഫ് ഓഫ് എമിലി സോള എന്ന ഒരു സിനിമ കാണുകയും 37 ഇറങ്ങിയ സിനിമയാണ്. ആ സിനിമ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം അതൊരു പാലക്കാട് മോഡേൺ തിയേറ്ററിൽ വരികയും സിനിമ എന്ന മാധ്യമത്തിന് ഒരു വിനോദമല്ലാതെ ചില കാര്യങ്ങൾ, അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ച് ഇത്രയും മികച്ച ഒരു സിനിമയുണ്ടായിത്തീരുകയും സിനിമ ചില ഗൗരവപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ള ഒരു മാധ്യമമാണ് എന്ന് ഞാൻ ആദ്യമായി തിരിച്ചറിയുന്നത് അന്നാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ എഴുത്ത്, സിനിമ എന്ന മാധ്യമത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയ എഴുത്തെല്ലാം 50-ലധികം സ്ക്രിപ്റ്റ് എഴുതുകയും ഒടുവിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ തിരക്കഥയുടെ ആ സമാഹാരത്തിൻ്റെ ഒരിടത്ത് അദ്ദേഹം എഴുതുന്നുണ്ട്, 50-ലധികം തിരക്കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്, അതിൽ 8 എണ്ണത്തിലെങ്കിലും ഞാൻ എഴുതരുത് എന്ന ഒരു തോന്നൽ എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ചിലത് ഞാൻ വിധിക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു എന്നൊക്കെ. പക്ഷേ നമുക്കറിയാം MT ഭാവന ചെയ്ത ഒന്നിൻ്റെ മുകളിൽ ഒരഭിപ്രായം അല്ലെങ്കിൽ അദ്ദേഹം സങ്കല്പിച്ചതിന് മുകളിൽ ഭാവന ചെയ്യുന്നതിൽ മലയാളത്തിലെ സംവിധായകൻ്റെ കലയാണ് സിനിമ എന്ന് പറയുമ്പോഴും തിരക്കഥ ഒരു ഏറ്റവും ആധികാരികമായ ഒരു പദവിയിൽ നിന്നുകൊണ്ട് അഭിസംബോധന ചെയ്തത് MTയിലൂടെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. തിരക്കഥ ഒരു സാഹിത്യ രൂപം എന്ന നിലയിൽ പുസ്തകങ്ങളാക്കപ്പെടുകയും അത് സിനിമാ വിദ്യാർത്ഥികൾ മാത്രമല്ല സാഹിത്യ ആരാധകർ പോലും വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിലയിലേക്ക് തിരക്കഥയെ മലയാളത്തിൽ വളർത്തിയത് മലയാള MTയാണ് എന്ന് കരുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു. MT തന്നെ ഒരിടത്ത് പറയുന്നുണ്ട്, തിരക്കഥ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഒരു 3ാം കിട സാഹിത്യമായി കരുതിയിരുന്ന ഒരു തലത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വായനയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമായിട്ട് തിരക്കഥ മാറിയിട്ടുണ്ട്. തീർച്ചയായും ആ തിരക്കഥ ഒരു ചെറിയ കുറിപ്പുകളായി തുടങ്ങിയ ഒന്നിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പദവിയുള്ള ഒരു മാധ്യമമായിട്ട് അത് മാറിയിട്ടുണ്ട്.
തീർച്ചയായിട്ടും തിരക്കഥയാണ് താരം എന്ന ഈ ശീർഷകത്തിൽ നമുക്കൊരു തിരക്കഥ എന്ന് പറയുന്ന ആ താരം എന്ന ആലോചനയിൽ നിന്ന് ഈ സംഭാഷണം ഒന്നാം ഘട്ടം എന്ന നിലയിൽ ആ സംഭാഷണം നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. അതിന് ജിയോ ബേബിയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ആദ്യമായി ഈ ഒരു വേദിയിലിരിക്കാൻ പറ്റിയതിലുള്ള സന്തോഷവും അഭിമാനമൊക്കെ അറിയിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ജോബിഷ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ തിരക്കഥയാണ് താരം എന്നുള്ള ടൈറ്റിലിനോട് പൂർണ്ണമായും യോജിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ അല്ല. കാരണം അതിന് കാരണം നമുക്ക് കാണുന്ന സിനിമകളും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും സാങ്കേതിക വിദ്യയുടെ അത്ഭുതകരമായ വളർച്ചയുമാണ്. അങ്ങനെ പറയുമ്പോൾ പോലും ഇപ്പോൾ ജോബിഷ് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുള്ള MD സാറിൻ്റെ കഥകൾ, അല്ലെങ്കിൽ ലോഹിതദാസിൻ്റെ തിരക്കഥകൾ, ഒരുപാട് പേരുണ്ട്. നമുക്ക് എല്ലാ നമ്മുടെ ഏറ്റവും നല്ല സിനിമകൾ എഴുതിയവരെയൊക്കെ ഓർക്കുന്നു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തിരക്കഥ നമ്മുടെ സിനിമയുടെ ബ്ലൂ പ്രിൻ്റ് തന്നെയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തിരക്കഥ തന്നെയാണ് താരം എന്നുള്ളതിന് എനിക്കിപ്പോഴും അഭിപ്രായ വ്യത്യാസം ആ തരത്തിലില്ല. പക്ഷേ മാറുന്ന, അല്ലെങ്കിൽ സിനിമ 126ാമത്തെ വർഷം ഇന്ന് ആഘോഷിക്കുകയാണെന്ന് തോന്നുന്നു സിനിമയുടെ. ഇന്ന് നമ്മളിരുന്ന് സിനിമ എങ്ങനെ മാറി നമ്മൾ ഇന്ന് കാണുന്ന സിനിമാ രൂപം അതിനിയും മാറാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് ഇപ്പോൾ നടന്ന IFFKയുടെ ജൂറിയിലുണ്ടായിരുന്നത് കൊണ്ട് മാറുന്ന പുതിയ കാലത്തിൻ്റെന്ന് തോന്നിക്കുന്ന കുറേ സിനിമകളും കൂടെ കണ്ടതുകൊണ്ട് അതൊന്നും തിരക്കഥയെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളായിരുന്നില്ല. അവർക്ക് വേണ്ടത് ഒരു ക്യാമറ മാത്രമായിരുന്നു. അപ്പോൾ അതിലുള്ള പല ഫിലിം മേക്കേഴ്സിനോട് ഞാൻ സംസാരിച്ചു. ഇന്ത്യക്ക് പുറത്ത് ഇത്തരം സിനിമകൾ ഒരു ക്യാമറയുമായി, അതായത് ഒരു എഴുത്തുകാരൻ പേനയും പേപ്പറും ഇരുന്ന് ആലോചിക്കുന്നു, അല്ലെങ്കിൽ എഴുത്തുമുറി എന്ന് പറയുന്നതൊക്കെ പോലെ ഒരു സംവിധായകനോ ഒരു ക്യാമറാമാനോ ഒരു ക്യാമറയുമായി പുറത്തേക്കിറങ്ങി അവരുടെ സിനിമയുമായി എഡിറ്റിംഗ് ടേബിളിലേക്ക് വന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നാൽ ഇനിയും സിനിമ വളരട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലോട്ട് സിനിമ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിന്നുകൊണ്ട് തിരക്കഥയും താരമാണ് എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. അതല്ലാതെ അല്ലാതെ തന്നെ സിനിമയ്ക്ക് ഒരുതരം വളർച്ചയിലേക്ക് സിനിമ പൊക്കോണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ആ ഒരു ഉദാഹരണം കൂടെയാണ് ഞാൻ ഇന്നിങ്ങനെ സംസാരിക്കാൻ കാരണം. ആ ഉദാഹരണത്തെ വലിയ കാര്യമായി എടുക്കേണ്ട, കാരണം എൻ്റെ വീട്ടിൽ നടന്ന കാര്യത്തെ പ്രൊമോട്ട് ചെയ്യാനോ എൻ്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ മഹത്തരമാണെന്നോ പറയാനല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ. എൻ്റെ മോന് ഇപ്പോൾ 9 വയസ്സുണ്ട്. 4ാമത്തെ 5ാമത്തെ വയസ്സ് മുതൽ നമ്മൾ ഈ സിനിമയുടെ പരിപാടിയായിട്ട് നടക്കുന്നുണ്ട്. പുള്ളിക്ക് വേണ്ടത് ബർത്ത്ഡേക്ക് ക്യാമറയാണ് വേണ്ടത്. അപ്പം 4ാമത്തെ വയസ്സിലോ 5ാമത്തെ വയസ്സിലോ 6ാമത്തെ വയസ്സിലോ ഒന്നും നമുക്കിത് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നുന്നില്ല. കാരണം അത് കൈകാര്യം ചെയ്യാൻ ഇവൻ അറിയണം, അത് സൂക്ഷിക്കണം. അപ്പോൾ 8ാമത്തെ ബർത്ത്ഡേക്ക്, കഴിഞ്ഞ ഡിസംബർ 16-ാം തീയതി അവൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ക്യാമറ വാങ്ങിച്ചു കൊടുത്തു. വലിയ വിലയുള്ള ക്യാമറ ഒന്നുമല്ല, ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു ക്യാമറ, 720p മറ്റോ ആണ് അതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഇത് വാങ്ങിച്ചു കൊടുത്ത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നവന് അറിയാം. ഇവനങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഷൂട്ട് ചെയ്യുന്ന എന്താ, നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലും ഷൂട്ട് ചെയ്യും, അടുക്കളയിൽ പോകും, പുറത്ത് വരും, കളിക്കാൻ പോകുമ്പോൾ ഷൂട്ട് ചെയ്യും. അതിനുശേഷം വെക്കേഷൻ എവിടെയെങ്കിലും പോയ ക്യാമറയും കൊണ്ട് പോകും. എവിടെ പോകുമ്പോഴും ഇവൻ്റെ ഒരു കുറേ മാസം, 6-7 മാസത്തോളം ഈ ക്യാമറ ഇവൻ താഴെ വെച്ചിട്ടില്ല. കൃത്യമായി ചാർജ് ചെയ്യും, ഉപയോഗിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഇവന് കുറച്ച് മടുക്കുന്നൊരു സമയം ഉണ്ടല്ലോ, ഒരു കളിപ്പാട്ടം ഒരു കുട്ടിക്ക് മടുക്കുന്നത് പോലെ മടുത്ത് മാറ്റി വെച്ചിട്ട് സമയത്ത് ഞാൻ ഇവൻ എന്താണ് ഷൂട്ട് ചെയ്തെന്നറിയാൻ വേണ്ടി ഞാൻ ഇരുന്നിരുന്ന് കണ്ടു. ഏകദേശം 4 മണിക്കൂറോളം ഫുട്ടേജ് ഉണ്ട്. ഈ 4 മണിക്കൂർ ഫുട്ടേജ് ഞാൻ കണ്ടപ്പോൾ എനിക്കിതിൻ്റെ അകത്തൊരു സിനിമയുണ്ടെന്ന് തോന്നുക എനിക്ക്. അപ്പോൾ അവിടെ തിരക്കഥയില്ല, 9 വയസ്സുള്ളൊരു കുട്ടി ഷൂട്ട് ചെയ്തതാണ്. ഈ 4 മണിക്കൂറിനെ ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള എഡിറ്ററും കൂടെ ചേർന്ന് 24 മിനിറ്റാക്കി. കൂടുതൽ കാഴ്ചകൾ നമ്മുടെ വീട്ടിനുള്ളിലാണ്. അതിനേക്കാൾ കൂടുതൽ കാഴ്ചകൾ സ്കൂളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കുറേ കാര്യങ്ങൾ ഇവനും ഇവൻ്റെ അനിയത്തിയും കൂടെ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വെറുതെ കുറേ ഫെസ്റ്റിവലിലൊക്കെ അയച്ചു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് എന്ത് സംഭവിക്കുന്നതെന്നറിയാം, നമുക്ക് ഫീൽ ചെയ്ത കാര്യമാണോ പുറത്ത്. അപ്പോൾ IDSFKയിൽ അയച്ചു. ഈ സിനിമ സെലക്ട് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ ഒരു ജൂറി എൻ്റെ അടുത്ത് പറഞ്ഞു അത് പല കാരണങ്ങളാൽ റിജക്റ്റ് ചെയ്തു. ഓക്കെ, നമുക്കൊരു കുഴപ്പമില്ല. കൽക്കട്ട ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടു. ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇത് കൽക്കട്ടയിൽ പ്രദർശിപ്പിച്ചു. അതിനുശേഷം കോഴിക്കോട് നടന്നിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ ഒരു പുറത്തുള്ള ഒരു ഫെസ്റ്റിവലിലും ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഇമെയിൽ വന്നു. സോ അങ്ങനെ ഞാൻ ആലോചിക്കുമ്പോൾ 9 വയസ്സുള്ള ഒരുത്തൻ ഒരു ക്യാമറ എടുത്ത് 3-4 മാസം കറങ്ങി നടന്ന്
23 മിനിറ്റുള്ളൊരു സിനിമയായി വന്നിരിക്കുക. അതിൻ്റെ അകത്ത് സിനിമ കണ്ടെത്താൻ ഞാനും എൻ്റെ എഡിറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ എവിടെയാണ് തിരക്കഥ? ഞാൻ ഈയിടെ ഒരു യാത്ര പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഒരു സാധനം കാണിച്ചു തന്നു. അത് റെയ്ബാൻ്റെ ഒരു ഗ്ലാസ് ആണ്, മെറ്റാ ഗ്ലാസ് മറ്റാണ് അതിൻ്റെ പേര്. അതിൽ ഒരു ക്യാമറ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് ഞാനിങ്ങനെ നോക്കിയാൽ വിപിൻ ചന്ദ്രനെയും ജോബിഷിനെ എനിക്ക് കാണാം, നിങ്ങളുടെ റിയാക്ഷൻ എനിക്ക് കിട്ടും. അത് 1 മിനിറ്റ് ഒരു ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഷോട്ട് നമ്മുടെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പം ഇത്തരമൊരു ക്യാമറയിൽ എന്ത് തരം സിനിമയാണ് ഇനി എടുക്കാൻ പോകേണ്ടത് എന്ന് ഞാൻ വെറുതെ ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റുമോ? അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഞാൻ കോവിഡിൻ്റെ സമയത്തും ഉള്ള അനുഭവത്തിൽ നിന്ന് ലോക്ക്ഡൗൺ ആയ സമയത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നു, എന്ത് ചെയ്യും? അന്ന് ആലോചനയിൽ ഞങ്ങൾ വെറുതെ ഓരോന്ന് ഷൂട്ട് ചെയ്തു, ഒരു തിരക്കഥയില്ലാതെ ഒരു കഥയും ഇല്ലാതെ. ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കാതെ എങ്ങനെ പോകുമെന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് നോക്കി. അങ്ങനെ ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് ഈ സിനിമ ഇങ്ങനെ തുടങ്ങി അവസാനം ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യവും അവസാനവും ഷൂട്ട് ചെയ്ത് ഒരു കഥയാക്കുന്നു. അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം കാഴ്ചക്കാരുണ്ട്, അത്യാവശ്യം അഭിപ്രായമുണ്ട്. അപ്പോൾ ഇതിനൊന്നും എഴുതപ്പെട്ട തിരക്കഥകളില്ല. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ക്യാമറ അല്ലെങ്കിൽ ഇതിനെ ദൃശ്യങ്ങൾ പകർത്താൻ ആവശ്യമായ ടെക്നിക്കൽ സംവിധാനമുള്ള ഒരു എക്യുപ്മെൻറ്റ് വെച്ചുണ്ടാക്കുന്ന ഒരു കലാരൂപമാണ്. അതിന് ആക്ടേഴ്സിനെ പോലും ആവശ്യമില്ല, അതിന് ക്യാമറയാണ് ആവശ്യം എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിരിക്കുക. പക്ഷേ നമ്മൾ MDനെയോ അവരെഴുതിയ തിരക്കഥകളെയോ അതിനെയൊക്കെ ഏറ്റവും അങ്ങേയറ്റം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 100% ശരിയാണെന്നും പറഞ്ഞുകൊണ്ട്, പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അഭിപ്രായങ്ങൾ ഉണ്ടായി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി. ജിയോ ബേബിയുടെ അനുഭവം കേട്ടപ്പോൾ ഞാൻ MTയിലേക്ക് വരികയാണ്. MT സിനിമയെക്കുറിച്ച് പറഞ്ഞത് യന്ത്രവൽകൃതമായ കാവ്യദേവത എന്നാണ്. അത് മറ്റൊരാളുടെ ഒരു ഓർമ്മയിൽ MT എഴുതിയതാണ്, ആരെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ നിന്നെങ്ങനെ കവിത സൃഷ്ടിച്ചു ഒരു യന്ത്രത്തിനകത്ത് നിന്ന് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു. ഞാൻ ഒരിക്കൽ വിപിൻ ചന്ദ്രനിലേക്ക് വരുമ്പോൾ ഒരിക്കൽ SN സ്വാമിയുമായിട്ടുള്ള, അത് പിന്നീട് എവിടെയും ഞാൻ കണ്ടിട്ടില്ല, അപ്രതീക്ഷിതമായ എപ്പോഴും ഒരിക്കലൊരു ടെലിവിഷൻ ചാനലിൽ കണ്ടതാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ അദ്ദേഹം ബോറടിച്ച് കിടക്കുമ്പോൾ ഒരു ലൈബ്രറിയിൽ പോയി MTയുടെ തിരക്കഥ എടുത്ത് വായിക്കുകയും എനിക്കും സിനിമ എഴുതാമല്ലോ എന്ന തോന്നലുണ്ടായിത്തീരുകയും പിന്നീട് മലയാളം കണ്ട എക്കാലത്തെയും ഹിറ്റ് മേക്കറായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തതിൻ്റെ ഒരു കാര്യം പറയുന്നത് കേട്ടിരുന്നു. വിപിനെ പോലെ വലിയ വായനക്കാരനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള ഒരാളെ തീർച്ചയായും MT മുന്നിൽ കൊണ്ടു തന്ന തിരക്കഥാ പുസ്തകം തീർച്ചയായും ഒരുപക്ഷെ സ്വാധീനിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് വായിച്ചു പോയ ഒരാൾ ഉള്ള ഒരു അനുഭവം കൂടി പങ്കുവെച്ചുകൊണ്ട് തിരക്കഥയാണ് താരം എന്ന ആ ശീർഷകത്തിലേക്ക് വരാം. നമസ്കാരം. ഞാൻ ഈ കണ്ടിന്യൂസ് ഒന്നും ഫലിക്കാത്തപ്പോൾ കാളന്നല്ല എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ഒരു മൈക്കാട് പണിക്കാരനാണ് ഞാൻ. സെഷൻസ് ഫില്ല് ചെയ്യാനായിട്ട് അവിടെ മധുപാൽ വന്നില്ലേ എന്നാൽ പിന്നെ ബിബിന്ദറിനെ കയറിയിട്ടേക്കാം. അവിടെ കവിതയുടെ ഒരു സെഷൻ ഉണ്ട്, അവിടെ ഇന്നയാൾ വന്നിട്ടില്ല, ബിനീഷ് പുതുപ്പണം വന്നിട്ടില്ല, എന്നാൽ ബിബിചന്ദ്രനെ കയറ്റിയിട്ടേക്കാം. അവിടെ നാടകത്തിൻ്റെ ഒരു സെഷൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ മറ്റേ കൂടുതൽ സംസാരിക്കുന്നുള്ളൊരു പരാതിയും കൂടെ ഉണ്ട് കേട്ടോ. കാരണം വായിക്ക് വയറിളക്കം പിടിക്കുന്ന ഒരു ശീലമുള്ളത് കൊണ്ട്, ഒരു വെർബൽ ഡയറിയ ശീലമുള്ളത് കാരണം രഞ്ജി പണിക്കർ തലമുറയിൽ നമ്മൾ അഭിരമിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് അതിനകത്തുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ ഒന്ന് ആമുഖമായിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ള ഒരു കാര്യം. എനിക്ക് ജിയോ പറഞ്ഞ കാര്യത്തിനെ കൂട്ടിച്ചേർക്കാനാണ് എനിക്കുള്ളത്. ജിയോ പറഞ്ഞ തിരക്കഥയല്ല താരം, അല്ലെങ്കിൽ തിരക്കഥയും താരമാണ് എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് തിരക്കഥ തന്നെയാണ് താരമെന്ന്, ഞാൻ തിരക്കഥാകൃത്തായതുകൊണ്ട് ഞാനും സംവിധായകനാകും കേട്ടോ. നിങ്ങൾ കൂടുതൽ ആൾക്കാരും ജിയോയെ കേൾക്കാനായിട്ട് വന്നിരിക്കുന്ന ആളായതുകൊണ്ട് ജിയോയ്ക്ക് കൂടുതൽ സ്പേസ് ഇവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ എനിക്കുണ്ട്. അല്ല, അതിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ ജിയോ പറഞ്ഞ കാര്യം, ഇത് രാജീവ് രവി നേരെ വേറൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റിദ്ധാരണയ്ക്ക് ഇടം നൽകിയ ഒരു പ്രസ്താവനയായിരുന്നു. ഇപ്പോൾ ജിയോ പറഞ്ഞ കാര്യത്തിന് വേണമെങ്കിൽ നമുക്ക് വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ജിയോ പറഞ്ഞ ആ 23 മിനിറ്റിലേക്ക് ചുരുക്കുന്ന ആ പ്രക്രിയയില്ലേ, ഞാൻ പേപ്പറിൽ എഴുതുന്ന ഒരു സാധനത്തിനെ അല്ല തിരക്കഥ എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നു. നിങ്ങൾ ആ എഡിറ്റ് ചെയ്ത സംഭവം ഉണ്ടല്ലോ, നിങ്ങളുടെ ആ മാനസിക പ്രക്രിയയാണ് ഞാൻ തിരക്കഥ എന്നുള്ള നിലയിൽ
കാണുന്നത്. അപ്പോൾ ജിയോ എഡിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സ്, ആ എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മൈൻഡ് സെറ്റാണ് തിരക്കഥ എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ പേപ്പറിൽ എഴുതി വെച്ചിട്ട് വെട്ടുന്ന ഒരു സാധനമല്ല തിരക്കഥ എന്നുള്ളത് കൊണ്ട് തിരക്കഥ തന്നെയാണ് താരം. കാരണം ജോൺ അബ്രഹാം യാതൊരു തിരക്കഥയും ഇല്ലാതെ ഓഫ് ഹാൻഡ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാളുടെ മനസ്സിൽ നടക്കുന്ന ആ പ്രക്രിയയാണ് തിരക്കഥ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് കാണുന്നത് കൊണ്ട് ഞാൻ അതിനെ റദ്ദാക്കി കളയുന്നു എന്ന് പറയുന്ന ഒരു റദ്ദാക്കി കളയല്ല, അതിനെ കൂട്ടിച്ചേർക്കുന്നു, അതിനെ സപ്ലിമെൻ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ സാങ്കേതികവിദ്യയുടെ കാലത്തിന് മുമ്പേ തിരക്കഥയ്ക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി തന്ന ആൾ, ഇപ്പോൾ എം ഡിയെ പറ്റി പറയണമെന്നുള്ള പുള്ളിയുടെ വലിയ ആഗ്രഹമാണ്. എം ഡി ആരാധകൻ എന്നുള്ള നിലയിൽ എം ഡിയെ പറ്റിയിട്ടുള്ള ഒരു എം ഡിക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന പരിപാടി കൂടി ആകണം എന്നുള്ളത് പുള്ളിയുടെ ആഗ്രഹമായതുകൊണ്ട് ഞാനതിനെ മാനിച്ചുകൊണ്ട് തന്നെ എം ഡി അല്ലായിരുന്നു എൻ്റെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്ത്. എം ഡി എഴുതിയിട്ടുള്ള കാര്യങ്ങളെ പുച്ഛിക്കുകയല്ല ചെയ്യുന്നത്. എനിക്ക് കെ ജി ജോർജ് ആയിരുന്നു കുറച്ചുകൂടെ മികച്ച തിരക്കഥാകൃത്ത്. അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കെ ജി ജോർജിൻ്റെ യവനിക, ഈ യവനികയുടെ തിരക്കഥ മാതൃഭൂമി പുസ്തകമായിട്ട് ഇറക്കുന്നുണ്ട്. ഇതിൻ്റെ ടൈറ്റിൽ കെ ജി ജോർജ് എന്ന് മാത്രമാണ്. അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ടായി, ഈ സ്റ്റേറ്റ് അവാർഡിൻ്റെ ശില്പം വീട്ടിലിരിക്കുന്ന എസ് എൽ പുരം സദാനന്ദൻ ഏത് കോപ്പിലാണ് പോയത് എന്ന് പറയുന്ന ഒരു സംശയമുണ്ട്. എസ് എൽ പുരം കൂടി എഴുതിയ തിരക്കഥയ്ക്കാണ് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പോൾ ഇത് പയ്യെ അങ്ങോട്ട് വായിക്കുന്ന, അത് സംവിധായകരുടെ ഒരു ചെറിയ പൊളിറ്റിക്സ് ആയിരുന്നു. ഞാൻ ആദ്യം മുതൽ ഇത് അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ ടൈറ്റിലിൽ വരുന്ന മൊത്തം സൃഷ്ടി സംവിധായകൻ്റെ കല തന്നെയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രോപ്പർ ടൈറ്റിൽ, ഇതൊരു ഈ പറഞ്ഞ പോലെ ഈ പെരുന്തച്ചൻ സിനിമയ്ക്കകത്ത് എം ടി തന്നെ എഴുതിയിട്ടുള്ള പെരുന്തച്ചനകത്ത് ശില്പം ഉണ്ടായിക്കഴിഞ്ഞാൽ അകത്ത് ശ്രീകോവിലിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തച്ചന് വലിയ റോളൊന്നുമില്ല, വെളിയിൽ നിന്ന് തൊഴാം എന്നുള്ളതല്ലാതെ അതിനെ തൊടാനോ പരിപാലിക്കാനോ ഒന്നുമില്ല. അതൊരു വരേണ്യവർഗത്തിൻ്റെ മാത്രം പരിപാടിയാണ് എന്ന് പറയുന്ന പോലെ തിരക്കഥാകൃത്ത് അവഗണിക്കപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഇതിനകത്തുണ്ടാകുന്നുണ്ട്. പക്ഷെ അവിടെ എം ടി എന്ന് പറയുന്ന മനുഷ്യനുണ്ടാക്കിയ ഒരു വേലയുണ്ട്. തിരക്കഥാകൃത്ത് എന്ന് പറയുന്ന ആ തിരക്കഥയുടെ പണി ചെയ്യുന്ന ആൾക്ക് ഉണ്ടാക്കുന്ന ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അത് പണ്ട് ക്ലാർക്ക് ഗേബിൾ ഗോൺ വിത്ത് വിൻഡ് എന്ന് പറയുന്ന ലോകമെമ്പാടും ഹിറ്റാണ് പടം. അപ്പോൾ ഹിറ്റായിട്ട് ക്ലാർക്ക് ഗേബിൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാറായിട്ട് നിൽക്കുകയാണ്. നമ്മളൊരു 8 രജനീകാന്ത് എന്ന് പറയുന്ന പരുവത്തിൽ നിൽക്കുന്ന ക്ലാർക്ക് ഗേബിൾ ഒരു ചടങ്ങിൽ വരുമ്പോൾ വില്യം ഫോക്നർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, നൊബേൽ ലോറേറ്റാണ്. അപ്പോൾ വില്യം ഫോക്നർ പുള്ളിക്ക് സിനിമയോട്ടുള്ള ഒരു ഭ്രാന്ത് കയറിയിട്ട് ഇടയ്ക്ക് ഹോളിവുഡ് മൂവീസൊക്കെ എഴുതാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ വില്യം ഫോക്നർ എന്ന് പറയുന്ന അത്രയും മഹാരഥനായിട്ടുള്ള എഴുത്തുകാരനോട് ഇയാളുടെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ജാടയൊക്കെ വെച്ചിട്ട് ക്ലാർക്ക് ഗേബിൾ ഇങ്ങനെ ഒരു വിരുന്നിൽ ബുഫേ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, നിങ്ങൾ മറ്റേ എഴുത്തോ അങ്ങനെന്തോ പരിപാടികൾ ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അറിയാം. പുള്ളി നൊബേൽ ലോറിയേറ്റ് ആയിട്ടുള്ള ആളാണ്. പത്രം വായിക്കുന്ന ഒരാൾക്ക് എന്തായാലും അത് കിട്ടേണ്ടതാണ്. നിങ്ങൾ എഴുത്തോ അങ്ങനെന്തോ ചില പരിപാടികളൊക്കെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ വില്യം ഫോക്നർ വളരെ ആ ബുഫേ പ്ലേറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇച്ചിരി എഴുത്തും പരിപാടിയൊക്കെ ഉണ്ട്, താങ്കൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നൊരു ചോദ്യം ചോദിക്കുന്നത്. അത് അതിനേക്കാൾ ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ക്ലാർക്ക് ഗേബിളിനെ അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇല്ലാത്ത ഒരു കാലത്ത് വില്യം ഫോക്നറിനെ ആക്കുന്ന ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വില്യം ഫോക്നർ തിരിച്ചു കൊടുത്ത മറുപടി ചെറിയ എഴുത്തും പരിപാടിയൊക്കെ ഉണ്ട്, താങ്കൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നൊരു ചോദ്യം ചോദിച്ചതിൻ്റെ അടുത്ത ചോദ്യം ചോദിച്ചത് എം ടി വാസുദേവൻ നായരാണ്. നസീർ ഹിറ്റായിട്ട് നിൽക്കുന്ന കാലം. അപ്പോൾ അങ്ങനെ നസീർ ഹോട്ടൽ റൂമിൽ വരുന്നു. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് എം ഡി എഴുതിക്കൊണ്ടിരിക്കുക ഒരു ഹോട്ടൽ റൂമിൽ. നസീർ സാറ് വന്നിട്ടുണ്ട്. നസീർ സാറ് താഴത്തെ റൂമിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഡേറ്റുകൾ പരിപാടി എം ഡി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിലയുണ്ടല്ലോ. എം ഡിക്കൊരു സാഹിത്യ മൂല്യമുള്ളത് കൊണ്ടും അതിൻ്റെ ഒരു സ്റ്റാർഡം ഉള്ളത് കൊണ്ടും ഒക്കെ ഈ പ്രൊഡ്യൂസർ ഓടി വന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ ബീഡി വലിച്ചുകൊണ്ട് എന്ന് പറയുന്ന മറ്റേ പുള്ളിയുടെ ആകെപ്പാടെയുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു കാരിക്കേച്ചർ പണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. മാധവിക്കുട്ടി ഇത് കാണുന്നുണ്ട്. അപ്പോൾ മാധവിക്കുട്ടി ഓടി വന്നിട്ട്, വാസു കണ്ടില്ലേ, ദേ കുട്ടി വരയ്ക്കണത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര കാര്യമായിട്ട് മാധവിക്കുട്ടി എന്നെ ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് അവിടെ ചെല്ലുകയാണല്ലോ. ഒരു ഒപ്പ് മേടിക്കാണ്ടിരുന്നപ്പോൾ തന്നെ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഈ ആയാണ് പുള്ളിയുടെ ഏറ്റവും വലിയ റെസ്പോൺസ് എന്ന് പറയുന്ന സാധനം. ആ പുള്ളി ഈ ബീഡി വലിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് നസീറിന് ഇങ്ങോട്ടും വരാമല്ലോ എന്ന് പറഞ്ഞു.
നസീർ വന്നു, പുള്ളിയെ കണ്ടു. ആ പ്രേം നസീറിന് ഇങ്ങോട്ടും വരാമല്ലോ എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം ഒരു തിരക്കഥാകൃത്തിൻ്റെ ഡിഗ്നിറ്റിയെ ഉയർത്തുന്ന ഒരു സംഭവം. അത് അങ്ങേരോട് നമ്മൾ ഈ പറയുന്ന വിയോജിപ്പുകളൊക്കെ ഉള്ളപ്പോൾ പുള്ളി നല്ല മോശം തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, ഗംഭീര തിരക്കഥകളും എഴുതിയിട്ടുണ്ട്. എന്നെ അഭിരമിപ്പിച്ച ഒരു എഴുത്തുകാരൻ എന്നുള്ള സിനിമയിൽ പെരുമാറുന്ന ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ആ എഴുത്തുകൾ. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകണമെന്നൊക്കെ പറയുന്ന ആഗ്രഹം കൊണ്ടൊക്കെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ KG ജോർജ് ആരാധന അവിടെ നിൽക്കുമ്പോൾ തന്നെ MD എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവഗണിച്ചുകൊണ്ടോ നിരസിച്ചുകൊണ്ടോ അതിനെ പുച്ഛിച്ചുകൊണ്ടോ പരിഹസിച്ചുകൊണ്ടോ അല്ല ഒരു എഴുത്തുകാരൻ എന്നുള്ള നില ഞാൻ നിൽക്കുന്നത്. അത് ആ ഒരു താരമാക്കുന്ന പ്രോസസ്സിൽ ഒരു മലയാള തിരയെഴുത്തുകാരനെ ആ പൊസിഷനിൽ സ്ഥാപിച്ച കാര്യത്തിൽ MD ചെയ്തിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിനൊരു സല്യൂട്ട് കൊടുത്തുകൊണ്ടല്ലാതെ എനിക്ക് ഈ വർത്തമാനം തുടരാൻ പറ്റില്ല. മലയാളം കണ്ട, ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ സിനിമാക്കാരൻ തന്നെയാണ് KG ജോർജ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമുണ്ടാവാൻ ഇടയില്ല. തിരക്കഥ എഴുത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് വന്നാലും, ഞാൻ MDയിൽ നിന്ന് ജിയോയിലേക്ക് വന്നാൽ, ചില എഴുത്ത് എല്ലാ കാലത്തും സാധ്യമാകണമെന്നില്ല, ചില സിനിമകൾ എല്ലാ കാലത്തും സാധ്യമാകണമെന്നില്ല. അക്കാര്യത്തിലും MD കുടുംബകഥകൾ പറയുമ്പോൾ പോലും ചില സ്റ്റെപ്പ് മുന്നോട്ടേക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായി എടുക്കാനുള്ള ധൈര്യം കാണിച്ചിരുന്നു. ഇപ്പോൾ ബിപിൻ ചന്ദ്രൻ്റെ സിനിമ ബെസ്റ്റ് ആക്ടർ, അതിനകത്ത് മമ്മൂട്ടിയാണ് താരം. തിരക്കഥയാണോ താരം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പോലും ആരാണ് ബെസ്റ്റ് ആക്ടറിലെ താരം എന്നതിന് താരം തന്നെയാണ്. ഇപ്പോൾ ജിയോ ബേബി എടുത്ത കാതൽ എന്ന് പറയുന്നതിനകത്ത് അല്ലെ, ആരാണ് താരം എന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ നമുക്കൊരു ഉത്തരത്തിൻ്റെ മുന്നിൽ ശങ്കിച്ച് നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ MTയുടെ തിരക്കഥ തന്നെയാണ് താരം എന്നുള്ളത് അദ്ദേഹം പെരുന്തച്ഛൻ എഴുതുമ്പോഴോ പരിണയം എഴുതുമ്പോഴോ ഒക്കെ അതിൽ ആ എഴുത്തുകാരൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ തിരക്കഥ തന്നെയാണ് സ്റ്റാർ എന്ന് നമുക്ക് കാണാം. ഞാനിവിടെ പരിണയത്തിലേക്ക് വന്നത് ജിയോ ബേബി കോളേജിൽ പഠിക്കുമ്പോൾ എടുത്ത ഒരു സിനിമയായിരുന്നു സീക്രട്ട് മൈൻഡ് എന്നത്. ആ സിനിമ എടുത്തതിൻ്റെ പേരിൽ കോളേജിൽ നിന്ന്, ചങ്ങനാശ്ശേരി കോളേജിൽ നിന്ന്, സെൻറ്റ് ജോസഫ് കോളേജിൽ നിന്ന് പുറത്താക്കിയ സംവിധായകനാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അതേപോലുള്ള കണ്ടന്റ്, അതൊരു സ്വവർഗ രതിയെക്കുറിച്ച് അന്നതൊരു ആ സിനിമയുടെ അനുഭവങ്ങളൊക്കെ അദ്ദേഹം പങ്കുവെക്കുമായിരിക്കും. ആ സ്ഥലത്ത് നിന്ന് കാതൽ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് ഇന്ത്യയിൽ ഒരു വലിയ സ്റ്റാറിനെ വെച്ചുകൊണ്ട് തന്നെ താൻ തുടങ്ങിയ സമരത്തെ വേറൊരു നിലയിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്ന നിലയിൽ സാക്ഷാത്കരിക്കാൻ പാകത്തിൽ നമ്മുടെ എഴുത്തിനെയും അതിൻ്റെ ഒപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഒരു പരിണാമത്തെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് തീർച്ചയായും കലാകാരൻ്റെ ആത്മാവിഷ്കരണം സാധ്യമാകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആ സീക്രട്ട് മൈൻഡിൽ നിന്ന് അതൊരു പബ്ലിക് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പാകത്തിലേക്ക് വളർന്ന ഒരു തിരക്കഥയുടെ ആലോചനയും ആ എഴുത്തിൻ്റെ ഇങ്ങേയറ്റത്തെ സാക്ഷാത്കാരത്തിനിടയിൽ ഒരു കാലത്തെയും എഴുത്തിനെയും ചേർത്ത് അദ്ദേഹം സംസാരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ബിപിൻ ചന്ദ്രൻ തിരക്കഥയുമായിട്ട് പറഞ്ഞ കാര്യത്തോട് ബിപിൻ പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റ്. അതൊന്നുകൂടെ കോട്ട് ചെയ്യുന്നു. കാരണം എങ്ങനെയാണ് തിരക്കഥ എന്നുള്ളത് ബിപിൻ പറഞ്ഞു വെച്ചത് തന്നെയാണ്. ഞാനാ ചെയ്ത പ്രോസസ്സ്, ദെൻ അത് തിരക്കഥ. ഓക്കെ, ബിപിനെ കൂട്ടിച്ചേർത്തതിൽ സന്തോഷം. അതേപോലെ ഈ ഒരു കാര്യം ജ്യോതിഷ് പറഞ്ഞ ഈ കാര്യം തമ്മിൽ സത്യം പറഞ്ഞ ഒരു ബന്ധമില്ല. ഞാൻ ഡിസ്മിസ് ചെയ്യപ്പെടാൻ കോളേജ് പഠിക്കുമ്പോൾ ചെയ്യപ്പെടാൻ കാരണമായത് ഒരു ഷോർട്ട് ഫിലിമാണ്. അത് 5 മിനിറ്റേ ഉള്ളൂ. സീക്രട്ട് മൈൻഡ്സ് എന്നാണ് പേര്. അത് ചർച്ച ചെയ്ത വിഷയം ഹോമോസെക്ഷുവാലിറ്റിയാണ്. ആ ഹോമോസെക്ഷുവാലിറ്റി ആയതുകൊണ്ട് മാത്രം ഞാനൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന കോളേജിൽ നിന്നും ഡിസ്മിസ് ചെയ്യപ്പെട്ടു. ഞാൻ മാത്രമല്ല, മറ്റു 3 കൂട്ടുകാരും ഡിസ്മിസ് ചെയ്യപ്പെട്ടു. എന്നാൽ അതുകൊണ്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇതേ സബ്ജക്റ്റ് ആണല്ലോ, കാതൽ ചെയ്തേക്കാം എന്നുള്ളതല്ല. കാതൽ എൻ്റെ ചിന്തയുമല്ല. കാതൽ വേറെ 2 ആൾക്കാരുടെ കഥയാണ്, ആദർശ് സുകുമാരൻ, പോൾസൺ സക്കറിയ. അപ്പോൾ ഇവർ 2 പേരും ഈ സിനിമ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ എന്നാൽ ഇതിലൊരു സിനിമ സാധ്യതയുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് നമുക്കൊരു സിനിമ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ആലോചന മാത്രമാണ്. അല്ലാതെ ഞാൻ പണ്ട് ഡിസ്മിസ് ചെയ്തുകൊണ്ട് അതേ വിഷയത്തിൽ എനിക്കൊരു സിനിമ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. പലരും ഇതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പലതരത്തിൽ, യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. കോളേജ് പഠിക്കുമ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെയുള്ളൊരു ഇത് തമ്മിലുള്ളൊരു ബന്ധിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ LGBTQIA+ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് കുറച്ച് ധാരണ നമുക്കുണ്ടായിരുന്നു. ആ ധാരണ ഉണ്ടാവാൻ
ആദ്യം ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ നമ്മൾ കുറേ അന്വേഷിക്കുമല്ലോ. നമ്മുടെ വ്യക്തി മീൻസ് നമുക്ക് നമ്മുടെ സംഘങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ പല പല അവസ്ഥകളിൽ നിന്നാണ് ആ ഷോർട്ട് ഫിലിം ഉണ്ടാകുന്നത്. ആ ഷോർട്ട് ഫിലിം ഉണ്ടാകാൻ വേണ്ടി വല്ലാതെ എന്നെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ഞാൻ പഠനം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ആ ഷോർട്ട് ഫിലിം കാരണം ഈ കമ്മ്യൂണിറ്റിയിലുള്ള പല മനുഷ്യരുമായിട്ട് നമുക്ക് പല സൗഹൃദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ കുറേ അവസ്ഥകളും സംഭവങ്ങളും ഒക്കെ അറിയാം. 2018 നമ്മൾ ഇന്ത്യയിൽ ഡീക്രിമിനലൈസേഷൻ ചെയ്തപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, എടാ നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് 2018 ശേഷമായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നല്ലോടാ എന്ന് ചോദിച്ചതും എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. സോ കാതലിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഡീക്രിമിനലൈസേഷനാണ്. 2018 ശേഷം ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമാറ്റം വന്നപ്പോൾ ഒരു സ്ത്രീ എന്ത് ചെയ്തു എന്നുള്ളത് അത് മാത്രമാണ് ഇതിനെ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം. അത് പൂർണ്ണമായും ആദർശിൻ്റെയും പോൾസൻ്റെയും മനസ്സിലുണ്ടായ കഥയാണ്, അവരുടെ തിരക്കഥയാണ്. അതിലേക്ക് ഞാനെന്ന് പറഞ്ഞ സംവിധായകൻ വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സംവിധായകൻ്റെ സിനിമ എന്നുള്ള രീതിയിൽ ഉള്ള പരിപാടികളൊക്കെ അതിൻ്റെ അത് നടന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് ഞാനും ആദർശനും പോൾസും കൂടെ ചേർന്നിട്ടുള്ള കൂട്ടായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം ഈ ഡിസ്മിസൽ എന്ന് പറയുന്നത് നമ്മളെ മാനസികമായി വളരെ നമ്മളെ തളർത്തിക്കളഞ്ഞിട്ടുള്ള, അതൊരു സമരമായി പോലും മാറ്റാൻ പറ്റാത്തവണ്ണം നമ്മൾ തകർന്നു പോയി. ഇപ്പോൾ ജോബിഷ് സമരം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. ഒരു സമരവും ചെയ്യാതെ പേടിച്ച് ഇരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, ചുറ്റുപാടും ഒക്കെ ഈ കോളേജിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നീലചിത്ര നിർമ്മാണം നടത്തിയത് കൊണ്ട് കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന അത്തരം ഒരു അപമാന ഭാരം പേറി നമുക്ക് പ്രതികരിക്കാനുള്ള ശേഷി പോലും അവർ നശിപ്പിച്ച് ഒരു സ്ഥലത്ത് ഒതുങ്ങി ജീവിക്കുകയായിരുന്നു. അപ്പം പിന്നീട് നമുക്കൊരു എനർജിയായി മാറിയിട്ടുണ്ടാവാം അത് സിനിമ ചെയ്യണമെന്നല്ല, അല്ലാതെ ഈ വിഷയത്തിൽ സിനിമ ചെയ്യണമെന്നല്ല. അതിനെ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പൊതുവെ പുറത്തുനിന്ന് കേൾക്കുന്ന കഥകൾ എനിക്ക് അങ്ങനെ എന്താ പറയുക, ആ കഥകൾ മോശമായിട്ടല്ല, ഞാൻ കേട്ടിട്ട് ചെയ്യാത്ത സിനിമകളൊക്കെ ഇവിടെ നല്ല സിനിമകളായി വന്നിട്ടുണ്ട്, തിയേറ്ററിൽ നന്നായി ഓടിയിട്ടുണ്ട്, അക്കാഡമിക്കലി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ചില എലമെൻറ്റുകളാണ് ഒരു സിനിമ തിരഞ്ഞെടുക്കണോ ചെയ്യണോ വേണ്ടെന്നുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും ബന്ധമുള്ളൂ ഇത് തമ്മിൽ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, അതായത് തിരക്കഥയാണ് താരം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനും ഇതുപോലെ തിരക്കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെ ബിപിൻ പറഞ്ഞതുപോലെ തന്നെയാണ്. തിരക്കഥയുണ്ട്, ഞാൻ പേനയും പേപ്പറും എഴുതിയിട്ടില്ല, അല്ലെ ലാപ്ടോപ്പിൽ എഴുതിയിട്ടില്ല, നമ്മുടെ മനസ്സിലുണ്ട്, അല്ലെ നമ്മുടെ നോട്ടുകളായിട്ടുണ്ട്. ഞാൻ ഡയലോഗ്സ് പൂർണ്ണമായിട്ട് എഴുതിയിട്ടില്ല. അങ്ങനെ മാതൃഭൂമി ബുക്സ് അത് പ്രസിദ്ധീകരിക്കാൻ നേരത്ത് തിരക്കഥ തരാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ തിരക്കഥയില്ല. അപ്പോൾ അവർ സിനിമ കണ്ടിട്ട് ആണ് മാതൃഭൂമി ബുക്സ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ് നേരത്തെ ബിപിൻ പറഞ്ഞതും. അപ്പോൾ അതിനൊരു തിരക്കഥയുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യും, കുറച്ചും കൂടെ നല്ലൊരു ഡയലോഗ് ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് കൊണ്ട് മാത്രം എഴുതാതിരിക്കുന്നതാണ്. അപ്പോൾ അതിനെനിക്ക് കംഫർട്ട് എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു രീതിയോ ആരും ഫോളോ ചെയ്യേണ്ടതോ ഒന്നുമല്ല, ഓരോരുത്തരുടെ ഒരു രീതി എന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു. ഞാൻ ഉദ്ദേശിച്ചത് അത്രയേ ഉള്ളൂ. അതായത് ആ കാലത്തിൽ നിന്ന് ഇന്ന് ജിയോക്ക് പോൾസനോടും ആദർശിനോടും ഓക്കെ പറയാവുന്ന നിലയിലേക്ക് നമ്മുടെ ഒരു സമൂഹം മാറിയതിൻ്റെ ഒരു കാര്യം സൂചിപ്പിക്കാൻ, അങ്ങനെ ഒരു കണക്ഷൻ എന്ന അർത്ഥത്തിലാണ് അതിന്. പലരും തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്. അതായത് അതിനുള്ള പ്രതികാരമാണ് ഈ സിനിമ. അല്ല, ഈ സിനിമ നമുക്ക് ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടും ആ സിനിമ ഇമ്പോർട്ടൻ്റ് ആണെന്നും നമുക്ക് ആ സിനിമ വേണം തോന്നിയോണ്ടും ചെയ്തത് മാത്രമല്ല. ഇതിന് പണ്ട് നടന്ന കാര്യമായിട്ട് ബന്ധമില്ലെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു, ഈ മനുഷ്യരെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ പല കാര്യങ്ങളോട് ആ സിനിമ, ആ ഷോർട്ട് ഫിലിം ചെയ്തത് കൊണ്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. നമ്മുടെ അന്വേഷണമൊക്കെ കുറേ കൂടെ കൂടിയിട്ടുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് അത്തരം മനുഷ്യരെ കൂടുതൽ പരിചയപ്പെടാനുള്ള സാഹചര്യം, സാധ്യത ഉണ്ടായത് കാതലുണ്ടാവാൻ ഒരു കാരണമായിട്ടുണ്ട്. അത്തരത്തിൽ അതിന് കണക്ഷനും ഉണ്ട്. പക്ഷേ ഞാൻ ഈ പർപ്പസ്ഫുള്ളി ഈ ഒരു മേഖലയിൽ, ഈ ഒരു ഏരിയയിൽ ഒരു സിനിമ ചെയ്താൽ ഞാൻ അടങ്ങും എന്നൊന്നുമില്ലായിരുന്നു. വിപിൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ താരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ, വിപിൻ്റെ ആദ്യ സിനിമയായിട്ട് വരുന്നത് ആഷിഖ് കപൂറിൻ്റെ കൂടെ ഡാഡി കൂൾ, മമ്മൂട്ടി എന്ന സ്റ്റാറാണ്. ആരാണ് താരം എന്നതിന് എപ്പോഴും നമുക്ക് പല ഉത്തരങ്ങളുണ്ട്. ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ അതിനകത്ത് മലയാള സിനിമയുടെ തന്നെ വേറെ തരത്തിലുള്ള വിശകലനമൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, മമ്മൂട്ടി എന്ന മോഹൻ എന്ന കഥാപാത്രം സിനിമ നടനാകാനുള്ള അന്വേഷണത്തിനിടയിൽ വരിക്കാശ്ശേരി മനയിലേക്ക് അല്ലേ, ഒരു തേങ്ങ പറിക്കുന്ന അല്ലെ കള്ളി എത്തുന്ന ഒരാൾ സൈക്കിൾ കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ സവർണതയും ഒരു തരത്തിൽ MD പരിഹസിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ അതൊക്കെ ചേർന്ന അതിനെയൊക്കെയുള്ള കണക്ഷൻ ഡയലോഗൊക്കെ വരുന്നുണ്ട്. 983 എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ നമ്മുടെ ഒരു
നൊസ്റ്റാൾജിയ എന്ന് പറയാവുന്ന കേരളത്തിൻ്റെ ഒരു സിനിമ ചെയ്ത ഒരാളും കൂടിയാണ് വിപിൻ. എൻ്റെ ചോദ്യം ഇതാണ്, ഒരു തിരക്കഥാകൃത്ത് നേരത്തെ പറഞ്ഞ ഭാവന ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളെ അല്ലെങ്കിൽ അനുബന്ധമായി ആലോചിച്ചു കൊണ്ടാണ്. തിരക്കഥ എന്നത് ഒരു സ്വതന്ത്രമായ എൻ്റെ അധികാരത്തിന് കീഴിൽ എൻ്റെ മാധ്യമമാണ് എന്ന നിലയിൽ തിരക്കഥ സാധ്യമാകുന്ന നിലയിൽ നമ്മുടെ ഒരു ഇൻഡസ്ട്രി അങ്ങനെയാണോ നിൽക്കുന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എന്നതിന് ഒരു അനുഭവം കൂടി വെച്ച് സംസാരിക്കും. ഇതിനകത്തെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന താരപദവികൾ എന്ന് പറയുന്ന ഒരു സംഗതി അത് സിനിമയിൽ മാത്രം നിൽക്കുന്നതല്ല. നമ്മളൊരു പ്രസംഗവേദിയിൽ അഴീക്കോട് മാഷ് സ്റ്റാറായിരുന്നു, അല്ലെങ്കിൽ സുനിൽ പിഴയിടം ഒരു വേദിയിൽ വന്ന് സംസാരിക്കുമ്പോൾ അവിടെ ആൾ കൂടുമെന്ന് പറയുന്നത് സ്വാഭാവികമാണ്. കാരണം പുള്ളി യൂട്യൂബിൽ കൂടെയും അല്ലെങ്കിൽ പ്രസംഗവേദി കൂടെയും ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്തുണ്ട്. ഇതേപോലെ തന്നെ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ ഒരു മിനിമം ഗ്യാരണ്ടി അതിനകത്ത് കിട്ടുന്നു എന്ന് പറയുന്ന ഒരു സംഭവം അതിനകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് കല പ്ലസ് കച്ചവടം എന്ന് പറയുന്ന ഒരു ഫോമാറ്റാണ്. കാരണം ഇതിനകത്ത് മൂലധനത്തിൻ്റെ ഒരു ഇറങ്ങൽ നടക്കുന്നുണ്ട്. ഈ മൂലധനം എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് പറയുന്ന ഒരാലോചന. അതുകൊണ്ടാണല്ലോ ഇത് ടിക്കറ്റ് വെച്ച് വിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് അങ്ങ് കാണിച്ചാൽ മതിയല്ലോ. എന്തിനാണ് ഇത് പോസ്റ്റർ വെക്കുന്നത്? ഇത് ആൾ വന്ന് കാണണം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന് നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് നമ്മൾ പോസ്റ്റർ വെക്കുന്നത്, ഇത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തണം എന്ന് പറയുന്ന ഒരു ആഗ്രഹമുണ്ട്. അതിനകത്ത് സാമ്പത്തിക താല്പര്യങ്ങൾ പലതരത്തിലാണ്. ഓരോ സിനിമയുടെയും സാമ്പത്തിക താല്പര്യങ്ങൾ ഓരോ തരത്തിലായിരിക്കും നിൽക്കുന്നതെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക താല്പര്യങ്ങളാണ് ഒരു താരത്തെ അതിനകത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ജിയോ ബേബി എന്ന് പറയുന്ന ഒരാൾക്ക് ഇന്ന് ഒരു സിനിമ എടുക്കാനായിട്ട് ഒരു താരത്തിനെ വെക്കാതെ നമുക്ക് സിനിമ എടുക്കാവുന്നൊരു സ്പേസ് ഉണ്ടാകുന്നത് അയാൾ കാണിച്ച പൊളിറ്റിക്സ്, അയാൾ കാണിച്ച ധൈര്യം, അയാൾ കാണിച്ച കലാത്മകത എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഒരു സ്പേസ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അത് ധീരമായിട്ടുള്ളൊരു കലാപം കൂടിയാണ്. അപ്പോൾ അത്തരം കലാപത്തിന് എല്ലാ ആൾക്കാർക്കും സമയവും സാഹചര്യവും ഉണ്ടാവില്ല. ഇപ്പോൾ കെ ഹരിദാസ് എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളത് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. കെ ഹരിദാസിനോട് ചോദിക്കുന്ന ഒരു ഭയങ്കര ചോദ്യം ഉണ്ടായിരുന്നു. കെ ഹരിദാസിനോട് ഒരാൾ ചോദിച്ചാൽ, നിങ്ങളുടെ പടത്തിനല്ല കിണ്ണം കെട്ട കള്ളൻ, കൊക്കരക്കോ എന്നൊക്കെയുള്ള പേരാണല്ലോ വിടുന്നത്. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ ചെയ്ത പടമെന്ന് പറയുന്ന കോഴികള്ളന്മാരുടെ കഥയാണ്, അല്ലെങ്കിൽ കുറച്ച് മോഷ്ടാക്കൾ അതിജീവനത്തിന് വേണ്ടി നടത്തുന്ന ഒരു ഫാഴ്സ് എന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ പണ്ടത്തെ ഇംഗ്ലീഷ് നാടകങ്ങൾക്ക് മുമ്പിൽ നടക്കുന്ന പ്രഹസനങ്ങളെന്ന് പറയുന്ന തരത്തിലുള്ള സി വി രാമപിള്ളയൊക്കെ പഴയ കുഴപ്പില്ലാക്കളരെയോ മറ്റേ പണ്ടത്തെ പാച്ചനോ ബട്ട്ലർ പപ്പനോ ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള ഒരു തമാശപ്പടം ചെയ്യുന്നതിന് മഴയെത്തും മുമ്പേ എന്ന് പേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണയും അല്ലെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള സന്ദേശവും ആകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സാധനം ഇടുന്നത്. അപ്പോൾ എന്താണോ നമ്മൾ കൺവേ ചെയ്യുന്നത്, ഇപ്പോൾ ജിയോ ബേബി എടുക്കുന്നത് പോലെ എല്ലാവരും സിനിമ എടുക്കണമെന്നില്ല. ഇതിന് പലതരത്തിലുള്ള മൂല്യങ്ങളുണ്ട്. ആനന്ദമൂല്യം എന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് നമ്മൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വികാര വിസർജനം ഉണ്ടാകുന്നത്, വികാര വിമലീകരണം എന്ന് പറയുന്ന ഒരു പദവും കൂടെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഈ വിമലീകരണം നടക്കണോ, ഈ വിസർജനം മാത്രം നടന്നാൽ മതിയോ എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെ ടേക്കാണ്. അത് ജിയോ ബേബിക്ക് ജിയോ ബേബിയുടെ തരത്തിലെടുക്കുക. ഇപ്പം ഞാൻ ചെയ്ത സിനിമകളിലെല്ലാം ഞാൻ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സിനിമ എടുക്കണമെന്ന് പറയുന്ന ഒരു ആഗ്രഹം അന്ന് ഇപ്പോൾ ഞാൻ താടിയൊക്കെ നരച്ചിട്ടുണ്ടെന്നുള്ളത് ജിയോ ബേബിക്ക് മുമ്പുള്ള തരങ്ങളിൽ ചങ്ങനാശ്ശേരിയിൽ ഈ പ്രശ്നങ്ങൾ അനുഭവിച്ച SB കോളേജിൽ എൻ്റെ മാഗസിൻ നിരോധിച്ചിട്ടുണ്ട്. നിരോധിച്ചതിൻ്റെ പ്രശ്നം ഹോമോസെക്ഷുവാലിറ്റി ഒന്നുമല്ല, സ്ത്രീ പഠനങ്ങൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ അതിനകത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് 96-97 സമയത്ത് ആ മാഗസിൻ നിരോധിച്ച അതേ മാനേജ്മെൻറ്റ് തന്നെയാണ് ജിയോ ബേബിയെ അവിടുന്ന് സസ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്ന. അതിനകത്ത് 2-3 കാര്യങ്ങളാണ്. ബാപ്റ്റിസം എന്ന് പറയുന്നൊരു കവിത, ഇംഗ്ലീഷ് കവിതയിൽ MG യൂണിവേഴ്സിറ്റിയിൽ 2ാം സമ്മാനം നേടിയ ഒരു പെൺകുട്ടിയുടെ കവിത കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു കുറ്റം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കവർ അടിച്ചു എന്ന് പറയുന്നത് ഒരു കുറ്റം. ഇവിടെ കളറിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സംഭവം. അതിന് എക്സൽസിയർ എന്ന് പറയുന്ന പരമ്പരാഗതമായിട്ട് കുളന്തസ്വാമി ഇട്ടിട്ടുള്ള പേരിൻ്റെ അടിയിൽ റെസിസ്റ്റൻസ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന സബ് ടൈറ്റിൽ കൊടുത്തു. ഇതൊക്കെയാണ് കാരണങ്ങളാണ്, ഇത് നിരോധിക്കാനുള്ള കാരണങ്ങളാണ്. എന്നിട്ട് മനോരമയുടെ അവാർഡിന് അയക്കുമ്പോൾ തന്നെ ഈ കോളേജ് മാനേജ്മെൻറ്റ് ഇതിനെ ഞാൻ നിരാഹാരം കിടക്കുമെന്ന് പറഞ്ഞു. നിരാഹാരം കിടക്കുമെന്ന് പറയുന്ന ഒരേ ഒരു സാധനം കൊണ്ട് ഞാൻ കിടക്കുമെന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ടും ഞാൻ കിടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നിരിക്കും, ഞാൻ ചാകുന്നവരവിടെ കിടക്കുമെന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ടും പെട്ടെന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിങ്ങും പരിപാടിയും സാധനവും എല്ലാം മേടിച്ചിട്ട് ഇവൻ കിടന്ന് കളയും കേട്ടോ, മാറ്റിച്ച് കളയും കേട്ടോ എന്ന് പറഞ്ഞിട്ട് നിരോധനം പാർഷ്യലി മാറ്റുകയാണ്.
അപ്പോൾ ഇതിനകത്ത് സ്ത്രീ പഠനങ്ങൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ വെച്ചു എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ അകത്ത് ചാർജ്. അപ്പോൾ ഇത്തരം ഈ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ, ഈ പൗരോഹിത്യത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ അല്ലാത്ത പുരോഹിതന്മാരുമുണ്ട്, അങ്ങനെയുള്ള പുരോഹിതന്മാരുമുണ്ട്. എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും നമ്മുടെ ഉള്ളിലൊക്കെ തന്നെയുണ്ട്. കുടുംബം എന്ന് പറയുന്നത് അടക്കം ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കെതിരെ പടപൊരുതുന്ന ഒരു ചലച്ചിത്രകാരൻ എന്നുള്ളതിൽ ഞാൻ ഭയങ്കര അസൂയയോട് കാണുന്ന ഒരു ഫിലിം മേക്കറാണ്. ചലച്ചിത്രകാരൻ എന്നുള്ളതിനേക്കാൾ ഫിലിം മേക്കർ എന്ന് പറഞ്ഞാൽ അതൊരു മേക്ക് ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. ഈ മേക്കിംഗ് പ്രോസസ്സിനകത്ത് ഈ പറഞ്ഞ ഈ മെൻ്റൽ പ്രോസസ്സിനുള്ള ഒരു ഇടം, ഒരു തിരക്കഥാകൃത്ത് നല്ല ഡയലോഗുകൾ എഴുതാമെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല കലക്കൻ ഡയലോഗൊക്കെ എഴുതും കേട്ടോ. വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വന്ന് നല്ല സുന്ദരം ഡയലോഗുകൾ എഴുതി തരുമെന്നുള്ളത് ഒരു കച്ചവടം കൂടെ നടക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാകണ്ടേ. ഈ ഒരു ഡയലോഗ് കൊണ്ട് ചിലപ്പോൾ ഭാവിയിൽ ജിയോ ബേബി നാളെ എന്നാൽ അവനെ ഒന്ന് വിളിച്ച് ചോദിച്ചാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറിയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു കല്ലല്ലേ, അതങ്ങ് പൊക്കോട്ടെ. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ പ്രോസസ്സ് ഇപ്പോൾ ഏറ്റവും ശക്തമാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? നമ്മൾ MD യുഗത്തിൽ പടം കണ്ടതുപോലെയല്ല ഇന്നത്തെ ചെറുപ്പക്കാർ പടം കാണുന്നത്. അവർ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും ലോകത്തുള്ള 1,900 പടങ്ങൾ മുഴുവൻ കാണുന്നുണ്ട്. അതിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാൻഡുകളെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അവർ അവെയറാണ് കുറേ കൂടെ. ഇതിനകത്തെല്ലാം ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരുടെ സംഭവങ്ങൾ ഈ കാഴ്ചയിലും നമ്മൾ കൊടുക്കുന്ന സാധനത്തിലും ഒക്കെ പരമ്പരാഗതമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പോൾ ഒരു പടം കണ്ടു വന്നിരുന്ന സമയത്തെ സങ്കല്പമല്ലായിരുന്നു പടം എഴുതി തുടങ്ങിയപ്പോൾ തന്നെയുള്ളത്. ഞാനൊരു ഈ 2000-2010 സമയത്ത് സിനിമയുമായിട്ട് കൂടുതൽ ഞാൻ ഒരു കാരണവശാലും സിനിമ എഴുതുമെന്നുള്ളതൊന്നും ഒരു അബദ്ധത്തിൽ ആഷിക്കിൻ്റെ ഒരു ഗൂഢപദ്ധതി കാരണം സിനിമയിലേക്ക് വന്നു പോവുകയും അത് എഴുതി ഒരു 15 സീന് മാർട്ടിൻ പ്രക്കാട്ട് വായിച്ചുകൊണ്ട് അടുത്ത പടം കിട്ടുകയും മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ പടത്തിൻ്റെ റിലീസിൻ്റെ അന്ന് എബ്രിഷയും വന്നിട്ട് ഞാനൊരു പടം ചെയ്യണം, നിങ്ങൾ എഴുതി തരുമോ? വൈ നോട്ട്? കാരണം എനിക്കൊന്നും അറിയത്തില്ലല്ലോ ഇതിനെ പറ്റിയിട്ട്, ഈ പ്രോസസ്സിനെ പറ്റിയേ ഒന്നും അറിയത്തില്ല. അങ്ങനെ വന്നിട്ട് നാട്ടുകാർ മൊത്തം മറ്റേ നിങ്ങളുടെ പടം ചെയ്യുന്നുണ്ട്, ഞാൻ ഒന്നില്ലെങ്കിലും നിങ്ങളുടെ എതിരാളി കോളേജിലല്ലേ എന്ന് പറയുന്ന സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ, അയാളാണ് ജി മാർത്താണ്ഡൻ എന്ന് പറയുന്ന പാവാടയുടെ ഡയറക്ടർ. ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഈ കൊമേഴ്ഷ്യലായിട്ടുള്ള ധാരകളിൽ ഞാൻ എൻ്റെ മുണ്ടിൽ പറ്റിയിരിക്കുന്ന ചെളികളെ പറ്റിയൊക്കെ ഞാൻ ബോധവാനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ തന്നെ ഇത്തരം ചെളികൾ പറ്റിയിട്ടുള്ള ആരും പുണ്യവാന്മാരൊന്നുമല്ല. ഈ വിരൽ ഇങ്ങനെ ചൂണ്ടുമ്പോൾ 3 വിരൽ ഇപ്പുറത്തോട്ട് ചൂണ്ടി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സത്യം കൂടി അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഏറ്റവും പൊളിറ്റിക്കലി കറക്റ്റായിട്ടൊന്നും നിൽക്കുന്ന ആൾക്കാരല്ല, നമ്മൾ ഈ ചെളിക്കകത്ത് ഇമ്മേഴ്സ്ഡ് ആണ്. അപ്പോൾ ഞാനും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഈ ചെളിക്കകത്ത് ഇമ്മേഴ്സ്ഡ് ആണ്. പറ്റാവുന്ന അത്രയും ഇത് ചെളിയാണെന്ന് കാണുമ്പോൾ തന്നെ ഇതൊരു ഭൂഷണമല്ല, ഇതൊരു അലങ്കാരമല്ല എന്ന് പറഞ്ഞിട്ട് പറ്റാവുന്ന അത്രയും കിട്ടുന്ന പൈപ്പിൽ നിന്ന് ഇത് തുടച്ച് കളയാനായിട്ട് ശ്രമിക്കുമ്പോൾ പോലും ഈ ചെളിയിൽ ആമഗ്നൻ ആണ് ഞാൻ എന്നുള്ളത് വളരെ കുറ്റബോധത്തോടു കൂടി തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. ഈ പ്രോസസ്സിനെ വരുന്ന ഇപ്പോൾ 1000 ജീവവിമാരിനി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്, അതുണ്ടാവട്ടെ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ജിയോ ബേബി നമ്മൾ മലയാളികൾക്ക് വലിയ പരിചയം വരുന്നത് ഒരു ശ്രദ്ധേയം ഈ പറഞ്ഞ കോളേജ് കാലത്ത് തുടങ്ങി പിന്നീട് കുഞ്ഞു ദൈവവും ഒക്കെ അല്ലെ, ടൊവിനോയെ വെച്ച് കിലോമീറ്റർ, ഇതൊക്കെ പടങ്ങളൊക്കെ എടുക്കുമ്പോഴും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ എത്തുമ്പോഴാണ് ഒരുപക്ഷെ ജിയോ ബേബിക്ക് ഒരു പാൻ ഇന്ത്യൻ ഡിസ്കഷനിലേക്ക് അദ്ദേഹം വരികയാണ്. റാണി മുഖർജി വരെ ആ സിനിമ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് ആ ഭാഷ എല്ലാത്തിനെയും മറികടന്ന് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ജിയോ ബേബി തന്നെയാണ്. അതിനുശേഷം വന്ന കാതലിൻ്റെ സ്ക്രിപ്റ്റ് നേരത്തെ പറഞ്ഞ പോൾസൻ്റെയും ആദർശിൻ്റെയും സ്ക്രിപ്റ്റാണ്. ഒന്ന് താൻ തന്നെ എഴുതി ഡയറക്റ്റ് ചെയ്യുകയാണ്, ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുകയാണ്. അപ്പോൾ തിരക്കഥ ഒന്ന് ഉള്ളിലുള്ള ഒന്നിനോട് ഉള്ള കമ്മ്യൂണിക്കേഷനാണ് ഡയറക്ഷനായിട്ട് വളർന്നു വരുന്നത്, മറ്റൊന്ന് മറ്റൊരാളെ പിൻപറ്റിക്കൊണ്ടുള്ള ഭാവനയാണ്. ഇതിനെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആലോചന അല്ലെ അങ്ങനെ നോക്കുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസവും ആലോചനയും അല്ലെങ്കിൽ ഒരു ഷോട്ട് ഡിസൈൻ ചെയ്യുന്നതിലൊക്കെ ചേർത്ത് വെച്ച് സംസാരിച്ച്? എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ എഴുതുമ്പം ഈ കലഹവും യുദ്ധവും ഒക്കെ നമ്മളോട് തന്നെയാണ് ഇത് നന്നാക്കാനുള്ള. മറ്റേത് വേറെ ആദർശനെയും പോൾസനെയും കുറിച്ച് പറഞ്ഞാൽ അവർ 2 വ്യക്തികളാണ്, മനുഷ്യരാണ്. എന്താ പറയുക, എനിക്കും അവർക്കുമൊക്കെ ഈഗോ ഹട്ടാവാതെ ഇരിക്കണം. ഒരുപാട് സ്വാഭാവികമായും ഒരുപാട് കാലം ഞങ്ങൾക്ക് കുറച്ച് മീൻസ് ഒരു 7-8 മാസം കണ്ടിന്യൂസ് അതിൻ്റെ അകത്തോടെ പോകാൻ പറ്റിയിരുന്നു. അപ്പോൾ ആദർശം പോൾസണും
വരുന്ന കഥയിൽ നിന്നും കഥ മാത്രം അങ്ങനെ ഇരിക്കുകയും സിനിമ വേറൊരു തരത്തിലോട്ട് മാറ്റി. ആ മാറ്റത്തിൽ നമുക്ക് ഞാൻ പോയിട്ട് അതങ്ങ് മാറ്റി മറിച്ചു എന്നുള്ളതല്ല. അതിൻ്റെ അകത്ത് മമ്മൂക്ക ഉൾപ്പെടെ എല്ലാവരും അതിൻ്റെ അകത്ത് പാർട്ടാണ്. അപ്പോൾ ആദ്യം കഥ പറഞ്ഞതിന് ശേഷം സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൽ തുടങ്ങിക്കഴിഞ്ഞ് മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് ഓർത്തെടുക്കാൻ പറ്റാത്ത വണ്ണം അങ്ങനെ ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഞാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തരം പാർട്ട്ണർഷിപ്പാണ് ഈ എഴുത്തുകാരനും സംവിധായകനും തമ്മിൽ. അതായത് ആദർശും പോൾസണും വരുമ്പോൾ അവരുടെ മനസ്സിലുള്ളൊരു സിനിമയുണ്ടായിരുന്നു. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു സിനിമയുണ്ടായത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ മമ്മൂട്ടി പോലീസ് ഓഫീസറായിരുന്നു ആ കഥയിൽ ആദ്യം വരുമ്പോൾ. എൻ്റെ മനസ്സിൽ എനിക്ക് പോലീസ് ഓഫീസർ ആവാൻ പറ്റില്ല, അല്ലേ? മീൻസ് എനിക്ക് പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്യാൻ ഇഷ്ടമില്ല. മമ്മൂക്കയാണ് ഇഷ്ടംപോലെ പോലീസ് ആറാനായിട്ട് അഭിനയിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്യാനിരിക്കുന്ന കാരണങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ കഥയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇപ്പോൾ ഒരു മകളുണ്ടല്ലോ മമ്മൂക്കയ്ക്ക്, ആ മകളുടെ കല്യാണം കഴിയുന്നുണ്ടായിരുന്നു. ആ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ മകളുടെ ഭർത്താവൊക്കെ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കഥാപാത്രമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും ചെറിയ പ്രായത്തിൽ പെൺപിള്ളേരെ കെട്ടിച്ചിടാൻ പറ്റില്ല. അതെൻ്റെ ഭയങ്കര തീരുമാനമായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ കല്യാണം കഴിപ്പിക്കുന്ന സീൻ എടുക്കാൻ വയ്യ, കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടീനെ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ തമ്മിൽ വഴക്കായി. അതെന്താ കല്യാണം കടന്ന് ജിയോ ചേട്ടൻ കാണുന്ന പോലെ അത്ര പൊളിറ്റിക്കലായിട്ട് ഇതിനെ കാണുക? കോട്ടയത്ത് സാധാരണ വീട്ടിൽ നടക്കുന്ന ഒരു കഥയല്ലേ, അവിടെ ഇങ്ങനെ പിള്ളേരെ കെട്ടിക്കാൻ. ഞാൻ പറഞ്ഞു കെട്ടിച്ചോട്ടെ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ കല്യാണം ഷോട്ട് ഇത്രയും 10-30 വയസ്സ് പോലും ആകാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് കുറേ കൂടെ മാറ്റണം. ഈ പ്രായത്തിൽ എന്തിനാണ് നിങ്ങൾ കെട്ടിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. പക്ഷേ ഈ വഴക്കുണ്ടാകുമ്പോഴെല്ലാം ഞങ്ങൾക്ക് ഇത് നല്ലതാക്കാനാണ്, ഈ സിനിമ നന്നാവാനാണ്. അങ്ങനെ ഞാൻ കണ്ട ഒരു സിനിമ ആദർശം പോൾസണും നേരത്തെ കണ്ട സിനിമ, ഈ 2 സിനിമയുണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കാണുന്നത് ഒരേ സിനിമയായി മാറുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻ്റ് തൊട്ട് ഇത് നന്നാക്കുക എന്നുള്ള ഒരു തരം വാശിയും ഒരു തരം മത്സരവുമായിരുന്നു ഞങ്ങളെല്ലാവരും തമ്മിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ്റർവെൽ സീന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഫേവറേറ്റാണ്. ഇൻ്റർവെൽ, കാതലിൻ്റെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തരുന്ന കിക്ക് ഭയങ്കര ഹൈയാണ്. ഇപ്പോഴും ഞാൻ ഇടയ്ക്കെടുത്ത് കാണും. നമ്മുടെ പടം കണ്ടിട്ട് സ്വയം കിക്കാകുന്ന ഒരു തരം ആത്മരീതി, വേറെ ഒന്നുമില്ല. വേറെ ആർക്കും ചിലപ്പോൾ കിട്ടില്ലായിരിക്കാം. അപ്പോൾ അത് കാരണം അതിൽ മമ്മൂക്കയും തങ്കൻ എന്ന് പറയുന്ന ഈ 2 മനുഷ്യരും തമ്മിൽ അടുത്ത് വരികയും സംസാരിക്കുകയും ചെയ്യുന്നൊരു സീനുണ്ട്. അതങ്ങനെ തന്നെ ആദ്യത്തേൽ ഞങ്ങൾക്ക് കിക്കുണ്ട്. ഇപ്പോൾ മമ്മൂക്ക ചോദിച്ചു എനിക്ക് പുള്ളിനെ കുറച്ചുകൂടെ ദൂരെ നിന്നൊന്ന് കാണാൻ പറ്റുമോ? മമ്മൂക്ക ചോദിച്ചു ഇത്രയും ആളും ബഹളവും ഉണ്ടാകുമ്പോൾ ഒന്നും മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയൊന്നും നിങ്ങളെല്ലാവരും കൂടെ എനിക്കൊന്ന് ഉണ്ടാക്കി തരാമോ? എനിക്ക് അങ്ങനെ ഒരു പെർഫോമൻസാണ് എൻ്റെ മനസ്സിലോട്ട്. എനിക്ക് ദൂരെ അയാളെ കാണണം, എനിക്ക് ഐ കോണ്ടാക്ട് ഉണ്ടാവണം, അവനും എനിക്ക് ഇങ്ങോട്ടും ഐ കോണ്ടാക്ട് ഉണ്ടാവണം, ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കടോ എന്ന് ഞങ്ങളോട് 3 പേരോട് മമ്മൂക്ക പറയുന്ന മൊമെൻറ്റിൽ നിന്ന് ഇരുന്ന് ആലോചിച്ച് ഞാനൊരു കാര്യം പറയും, ആദർശ് ഒരു കാര്യം പറയും, പോൾസൺ ഒരു കാര്യം പറയും, അതെല്ലാം എടുത്ത് കളയും. വീണ്ടും പോൾസൺ പറയുന്നു, ഞാൻ പറയുന്നു, ആദർശ് പറയുന്നു. അങ്ങനെ എവിടുന്നോ ഒരു ഫോട്ടോ കൊടുത്താലോ, മീൻസ് ഇലക്ഷന് കൊടുക്കുന്ന ഈ പബ്ലിസിറ്റി മെറ്റീരിയലായിട്ട് കൊടുക്കുന്ന സാധനം കൊടുത്താലോ, അത് കാറിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്നാലോ, മഴ പെയ്ച്ചാലോ, എന്നാൽ ജ്യോതികനെ അവിടെ കൊണ്ട് കുരിശുപള്ളി കൊണ്ട് നിർത്താം. ഇത് ഞാനും ആദർശം പോൾസണും എല്ലാവരും ഇതിൻ്റെ അകത്ത് പാർട്ടാണ്. അത് ഞാൻ ഉണ്ടാക്കിയതാണെന്നോ ആദർശം ഉണ്ടാക്കിയതാണെന്നോ പോൾസൺ ഉണ്ടാക്കിയതല്ല. ഇതെങ്ങനെ ഉണ്ടായി വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത്രമേൽ സിനിമ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് സിനിമ തന്നെ ചിലപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സിനിമയുടെ തിരക്കഥയിലൊന്നുമില്ല, ലാസ്റ്റ് ക്ലൈമാക്സിൽ കാറ് പോകുന്നു, മമ്മൂക്ക ജയിച്ചു എന്നുള്ളൊരു സാധനം ഇല്ല. നമ്മൾ മമ്മൂക്കയെ തോൽപ്പിക്കുക എന്നോർത്ത് തന്നെ ഇരുന്നത്. ഇലക്ഷനിൽ അയാൾ തോക്കട്ടെ, അയാളെ ലൈഫിൽ വിജയിച്ചു. പക്ഷേ എനിക്ക് അതിന് അങ്ങോട്ടൊരു അവസാനം തിയേറ്ററിൽ നിന്ന് ആൾക്കാർ ഇറങ്ങുമ്പോൾ ഇതൊക്കെ വിപിൻ നേരത്തെ പറഞ്ഞാൽ ഒരുതരം കൊമേഴ്ഷ്യലൈസിങ്ങാണ്. മമ്മൂക്ക എന്ന് പറയുന്ന താരത്തിനെ വെച്ചുകൊണ്ട് തന്നെ ഈ സിനിമ പറയുമ്പോഴും അതിനെ എങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന മൊമെൻറ്റിൽ കുറച്ചുകൂടെ ഹൈ കൊടുക്കാൻ പറ്റും, അല്ലേ? എന്താ പറയുക, അപ്പം മമ്മൂക്ക ജയിച്ചു എന്നുള്ള ഒരു പോസ്റ്ററിലോട്ട് വരുന്നൊരു മൊമെൻറ്റിൽ എന്താ പറയുക, അതാണ് ഈ സിനിമയിൽ ഏറ്റവും നല്ല എന്നെ സംബന്ധിച്ച് ആ ഷോട്ട് എടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളത്. അങ്ങനെ ഷോട്ട് വെക്കാൻ പറ്റിയല്ലോ, തിയേറ്ററിൽ അത് വർക്കായി. അങ്ങനെ ഉണ്ടായി വരുന്നതാണ്. ഇപ്പോൾ എന്താ പറയുക, ഈ കാതലിലുടനീളം ഒരു ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ക്യാമറ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം എന്തുകൊണ്ട് ആ മൂവ്മെൻറ്റ്സ് ആദ്യം മുതലേ വരുന്നതെന്ന് ചോദിച്ചാൽ, ലാസ്റ്റ് മമ്മൂക്കയും തങ്കനും കാണുന്ന ഒരു മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ജ്യോതിക ഒരാളെ ഡേറ്റ് ചെയ്യാൻ പോകുന്നു, മമ്മൂക്ക തിരിച്ചിറങ്ങി വരുന്നു, ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഉത്തരം ലെഫ്റ്റ് ടു റൈറ്റ് ക്യാമറ പോയിട്ട് തങ്കനെ കണക്ട് ചെയ്യാം. അതും ഭയങ്കര കിക്കാണ് എനിക്ക്. അയ്യോ, അങ്ങനെ ഷോട്ട് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആദ്യം മുതലേ ഞാൻ ഈ ലെഫ്റ്റ് ടു റൈറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫ്രം ദ ബിഗിനിങ് മമ്മൂക്ക കോളേജിൽ പോകുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയിട്ട് മമ്മൂക്കേനെയും മോളെയും കണക്ട് ചെയ്യും. ഫ്രം ദ ബിഗിനിങ് ജ്യോതികേനെയും മമ്മൂക്കയും കണക്ട് ചെയ്യും. ഏറ്റവും ആദ്യത്തെ ഷോട്ട് തന്നെ ഒരു ട്രാക്ക് ആൻഡ് റോൾ ഷോട്ടാണ്. ഇതേ ഷോട്ട് കോടതി റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടായി വന്നതാണ് കാതലിൻ്റെ വലിയ കുഴപ്പമില്ലാന്ന് ഞാൻ വിചാരിക്കുന്ന ഫിലിം ലാംഗ്വേജ്. അതിന് മോശം, നിങ്ങൾക്ക് തന്നെ എതിർക്കാം. പക്ഷേ
ഇങ്ങനെ ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ ഭാര്യ ഭർത്താവ് ബന്ധം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, കാമുക ബന്ധം ഭയങ്കര ഒരേ വൈബാണ്, അതൊക്കെ ഉണ്ടായി വരണമെന്നത് ഞാൻ വിചാരിക്കുന്നത് ആരുടെയും ക്വാളിറ്റി ആയിട്ട് എടുക്കുന്നില്ല, എന്തോ ഒരു യോഗം ഭാഗ്യം അത് മാത്രമാണ്. നമ്മൾ ഒരേ സ്വപ്നം ഒരുമിച്ച് കാണുക എന്നുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. ഒരു കലക്റ്റീവ് വർക്കാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ ജിയോ പറഞ്ഞ അവസാനത്തെ ഷോട്ട്, അത് എനിക്ക് ആ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നാനുള്ള ഒരു കാരണം, ആ സിനിമ നേരത്തെ സാർ പറഞ്ഞു അത് പോലീസ് ഓഫീസറായിട്ടായിരുന്നു അവർ ആലോചിച്ചിരുന്നതെന്ന്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ഒരാളെയാണ് ആലോചിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് ഞാൻ വിചാരിക്കുന്നത് അത് കേവലം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളല്ല, മറിച്ച് നമ്മുടെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നിടത്താണ് ആ സിനിമ ചരിത്ര വിജയം എന്ന് എഴുതി കാണിക്കുന്നത്. അതൊരു ഭയങ്കരമായ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ആണ്. അതായത് തെരഞ്ഞെടുപ്പിനെ പശ്ചാത്തലമാക്കി വെച്ചിട്ട് ഇന്ത്യയിലൊരു സ്വതന്ത്രനായ ഒരു വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ട് കാണിച്ചു എന്നതാണ് ആ ഷോട്ടിന് നമ്മൾ കൊടുക്കേണ്ട കയ്യടി എന്ന് ഞാൻ കരുതുന്നു. എന്നോട് ഈ സെഷൻ 2:30 അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ഓഡിയൻസിലേക്ക് ഞാൻ ഈ സെഷൻ ചോദ്യത്തിന് കൈമാറുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കാതലിനും ബെസ്റ്റ് ആക്ടറിനും ഒരു ബിഗ് സല്യൂട്ട്. എനിക്കിവിടെ 2 അഭിപ്രായങ്ങൾ പറയാനുണ്ട്. മൂന്നാമതായിട്ടുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. അതിൽ ഫസ്റ്റ് അഭിപ്രായം എന്ന് പറയുന്നത്, തിരക്കഥ ഇല്ലെങ്കിലും സിനിമ ചെയ്യാം എന്നുള്ളത് സത്യത്തിൽ അതൊരു വേറിട്ട രീതിയിൽ സിനിമ ചെയ്യാം, അല്ലെങ്കിൽ അതൊരു റയറായ രീതിയിൽ സിനിമ ചെയ്യാമെന്ന് പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എങ്ങനെ വെച്ചാൽ, കുത്തിയിരുന്ന് പരീക്ഷ പഠിക്കാതെയും ചിലവർ പരീക്ഷ പാസ്സാകാറുണ്ട്. എന്ന് വെച്ച് നമ്മൾ മറ്റുള്ളവരോട് നീ ഇവനെ കണ്ടില്ല, നീ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ തലമുറയിൽ ഒരാൾ വന്നിട്ട് ജിയോ ബേബി സാർക്ക് തിരക്കഥയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ജിയോ ബേബി സാർക്ക് ഇപ്പോൾ തിരക്കഥയുടെ ആവശ്യമില്ല, കാരണം പുള്ളി എസ്റ്റാബ്ലിഷ് ആയി, അത് വേറെ ജന്മം, നീയൊക്കെ തിരക്കഥ എഴുതിയിട്ട് സിനിമ എടുത്താൽ മതി എന്ന് ഞാൻ പറയും. അതൊരു അഭിപ്രായം. രണ്ടാമത്തത്, MT സാറുടെ സിനിമയിൽ തിരക്കഥയാണ് താരമെന്ന് പറയുമ്പോൾ പത്മരാജനടക്കം KG ജോർജ്, ജോൺ പോള്, ലോഹിതദാസ്, ഇപ്പോൾ ഈ അടുത്ത് വന്ന് കിഷ്കിണ്ഠകാണ്ഡത്തിൻ്റെ രചയിതാവിനോട് വരെ കാണിക്കുന്നൊരു അനീതിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെയൊക്കെ സിനിമയിൽ താരം തിരക്കഥ തന്നെയാണ്. തിരക്കഥ എപ്പോഴാണ് താരമാവാതിരിക്കുന്നത്? ഇത് ഒരു ചോദ്യമാക്കിയിട്ട് മാറ്റണം. നിങ്ങൾ ഒരുപാട് ആൾക്ക് തിരക്കഥ താരം ആവാതെ വരുന്നത് അത് കെട്ടുറപ്പില്ലാതെ വരുമ്പോഴാണ്. അപ്പം എല്ലാവരും ഇടപെടും, അല്ലെങ്കിൽ തിരക്കഥ തന്നെയാണ് താരം എന്ന് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ 2 പേരും എഴുത്തുകാരാണ്, ഡയറക്ടറാണ്, ഇപ്പോൾ നടന്മാരായിട്ടും കാണുന്നുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി? ഇതാണ് എൻ്റെ ചോദ്യം. ഏറ്റവും ഇഷ്ടമുള്ള ജോലി സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും നമ്മളെ വിളിക്കുന്ന സംവിധായകൻ ഓക്കെ ആണെങ്കിൽ ഭയങ്കര എളുപ്പമുള്ളതും ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള ജോലിയാണ് അഭിനയിക്കുക എന്നുള്ളത്. പൈസയും കിട്ടുന്നുണ്ട്. പൈസയും കിട്ടുവാണെങ്കിൽ, എല്ലായിടത്തൊന്നും പൈസ കിട്ടുന്നൊന്നല്ല, അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തോട് നമ്മൾ നോ പറയുകയല്ല. അതായത് ഞാനിപ്പോൾ ഒരു കാര്യത്തോട് മാത്രം ഞാൻ പറയാം, ജിയോ ബേബി എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ടാണ് തിരക്കഥയില്ല അല്ല. ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ചെയ്യുന്നതിന് മുമ്പ് എന്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റാണ് എനിക്കുള്ളത്? ഒന്നുമില്ല. എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ഇങ്ങനെ ചെയ്തേ. എൻ്റെ ഏറ്റവും ആദ്യത്തെ സിനിമ 2 പെൺകുട്ടികൾ, ആരും കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും. ഈ വളരെ ശ്രദ്ധേയമായ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന് ശേഷം ഞാൻ സംവിധാനം ചെയ്ത സിനിമ ഒരുത്തനും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകരും കണ്ടിട്ടില്ല. ശ്രീധന്യ കേറ്ററിംഗ് സർവീസ് എന്ന സിനിമയുടെ പേര്, വൺ ഓഫ് മൈ ഫേവറേറ്റ്. അതാരും കണ്ടിട്ടില്ല എന്ന് പറയുന്നിടത്ത് എന്ത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണുള്ളത്? അതല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് സിനിമയ്ക്ക് ഒരു തരം വളർച്ചയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്യാമറ കൊണ്ട് എഴുതുന്ന കവിതയാണ് സിനിമ എന്ന് പറഞ്ഞാണ് നിർത്താം. അപ്പോഴും തിരക്കഥ ഇല്ലാതാവുന്നു എന്നല്ല അതിനർത്ഥം. ക്യാമറ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ നമുക്ക് സിനിമ എടുക്കാൻ പറ്റും. ഒരു ക്യാമറ മാത്രം മതി. അതിനുള്ള എക്സാമ്പിൾസ് സംഭവിച്ചതുകൊണ്ടും കണ്ടതുകൊണ്ടും ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, നേരത്തെ വിപിൻ പറഞ്ഞതുപോലെ, ഇത് മൂലധനം ആവശ്യമുള്ള സിനിമ ഇങ്ങനെ എത്ര സിനിമ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. കാരണം ഇത് മുടക്കിയ പൈസ തിരിച്ചു വരണം. ബാക്കി വിപിൻ പറയട്ടെ. അതിനകത്ത് ഇഷ്ടമുള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഇഷ്ടമുള്ള പരിപാടികളെ ഞാൻ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ്. വാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും എനിക്ക് പേഴ്സണലി, വായനയായാലും ശരി, അഭിനയമായാലും ശരി, വാക്കിടപെടുന്ന എല്ലാ ഏരിയകളും പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതേപോലെ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ, അതിനേക്കാൾ 7 വർഷമായിട്ടൊരു സോഫയിൽ കിടന്ന് ഉറങ്ങുന്ന ആളാണ് ഞാൻ, സിനിമ ചെയ്യാതെ. ആ ഉറക്കമെന്ന് പറയുന്നത്
ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ഈ സോഫ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു കണ്ടെത്തലാണ് എന്ന് പറഞ്ഞാൽ ഈ തലയണ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇടത്തെ കൈ ഇങ്ങനെ കുത്തിക്കിട്ട് കൊടുക്കാം, പിന്നെ നേരെ കിടക്കാം, പിന്നെ വലത്തെ കൈ അങ്ങോട്ട് കൊടുക്കാം. മൂത്രം ഒഴിക്കാനും കക്കൂസി പോകാനും മാത്രം എഴുന്നേറ്റാൽ മതി. ഭക്ഷണവും ആരെങ്കിലുമൊക്കെ കൊണ്ടുത്തരാനുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട്. പക്ഷേ ഇവിടെ ഈ കാലാട്ടി കിടക്കുന്ന ആ കിടപ്പിനകത്ത് ചില തലച്ചോറിൽ ചില വീഗായിട്ടുള്ള ഭയങ്കര വിയേഡായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ചിലപ്പോൾ പുസ്തകമായിട്ടായിരിക്കാം വരുന്നത്, ചിലപ്പോൾ സിനിമയായിട്ടായിരിക്കാം വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ളൊരു കാലമുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു അന്തരീക്ഷം മാറി ഇതിൻ്റെ ഒരു ഗംഭീര പ്രിവിലേജ് കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ജിയോ വരുന്ന ഒരു സമയമായപ്പോഴത്തേക്കുണ്ടായ ഒരു ഭയങ്കര മാറ്റമുണ്ട്. അതിന് മുമ്പേ നമ്മൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. കാതലിനെ പറ്റി ഞാൻ എത്രയോ വേദികൾ സംസാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷം മുമ്പ് ഒരു കാതൽ ഇറങ്ങത്തില്ല. അതിനകത്ത് മമ്മൂട്ടിയെ പോലൊരു നടൻ ഉണ്ടാകത്തില്ല. ഇപ്പം ആഞ്ഞൂസ് ദൈ എന്ന് പറയുന്ന ഒരു നോവൽ, സെബാസ്റ്റ്യൻ പള്ളിത്തോട്ടിൻ്റെ ഒരു നോവൽ, പൗരോഹിത്യം ഭയങ്കര എന്താണ് രസമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷനും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സെമിനാരികളിലെ അച്ഛനായിട്ട് പഠിക്കുന്ന ബ്രദർമാരുടെ കയ്യിലേക്ക് ബാലലോകം എന്ന് പറയുന്നൊരു പേരുണ്ട്. കാരണം മാസ്റ്റർബേറ്റ് ചെയ്തിട്ട് ഈ ശുക്ലം പരന്നിട്ടുള്ള സംഗതിക്ക് ബാലലോകം എന്നാണ് അവിടെ ഉള്ളൊരു പേര്. ഈ ബാലലോകത്തിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ഷോർട്ട് ഫിലിം എടുത്താൽ ഇപ്പോൾ ഇത്രയും മോഡേൺ ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഇപ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് പറ്റത്തില്ല. മതം, രാഷ്ട്രീയം, കുടുംബം എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സംഗതി ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനമായിട്ട് വന്നു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നേരത്തെ. ഇപ്പം ഞാൻ ഡാഡിക്കുള്ളി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രിയ ചേച്ചി നേരത്തെ പ്രിയ എസ് എന്നെ ഒരുപാട് തെറി വിളിച്ചിട്ടുണ്ട്. ഡാഡിക്കുള്ളി ഞാൻ ചില ഡയലോഗുകൾ എഴുതും. ഞാൻ പറഞ്ഞു നിങ്ങൾ പോവുക, ഞാൻ മമ്മൂട്ടിയെ വെച്ചിട്ട് പടം എടുത്തിട്ട് കാശുണ്ടാക്കാനായിട്ട് ഭയങ്കര പൊളിറ്റിക്കലി ആക്ടിവിസ്റ്റായിട്ടുള്ള ആഷിക പോവും, ഞങ്ങളൊക്കെ ഒരുമിച്ച് SFIയിൽ പ്രവർത്തിക്കുകയും രാഷ്ട്രീയം പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ എടുക്കുന്ന പടമാണ്. മമ്മൂട്ടിയെ വെച്ച് പടം എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കാശുണ്ടാക്കി കൊടുക്കണം നിർമ്മാതാവിന്. കാരണം ഈ കാശ് മുടക്കുന്നവൻ എന്തിയടാ ഞങ്ങളുടെ കാശ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമുണ്ട്. ബെസ്റ്റ് ആക്ടറിൻ്റെ സംഭവം, ബെസ്റ്റ് ആക്ടറിൻ്റെ ഈ പുരോഗമനം എല്ലാം നടത്തുന്ന മമ്മൂക്ക എന്നെ മാർട്ടിൻ പ്രക്കാട്ടനെയും കൂടെ വീട്ടിൽ വിളിച്ചിട്ട്, ഡാ കോപ്പേ, നിൻ്റെ ആദ്യത്തെ പടമാണ്, ഈ ക്ലൈമാക്സ് മാറ്റിക്കോ, ഇത് നിൽക്കത്തില്ല. താനും 100 പടമൊന്നും എഴുതിയല്ല, മമ്മൂട്ടിക്ക് പടം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാഷാണ്. ഭയങ്കര സ്നേഹം കൊണ്ട് പറയുന്ന. അന്ന് സലീം കുമാർ എന്ന് പറയുന്ന നടൻ ഒഴികെ ബാക്കി എല്ലാ ആൾക്കാരും ഇതിൻ്റെ ക്ലൈമാക്സിനെതിരാണ്, ഇപ്പോൾ ഉള്ള ക്ലൈമാക്സിനെതിരാണ്. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സരിത തിയേറ്ററിൽ വെച്ചിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർ നൗഷാദ് വന്നിട്ട് എന്നോട് പറയുകയാണ്, ഇവിടെ നിങ്ങൾ ഭയങ്കര അഡമൻ്റാണ്, നിങ്ങൾ 2 പേരുടെ വാശി എന്ന് പറയുന്ന ഭീകര വാശിയാണ്, നീയും മാർട്ടിൻ പ്രക്കാട്ടും. ഇതല്ലാതെ ഇതിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അടക്കം നടന്മാരടക്കം എല്ലാ ആൾക്കാരും ഈ സാധനത്തിനെതിരെ പുച്ഛം പറഞ്ഞു. ഇത് ഞാൻ പൈസ മുടക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മുടക്കും, എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. പക്ഷേ ഇത് നൗഷാദ് പ്രൊഡക്ഷൻസ് എന്നുള്ള പേരിലായിരിക്കുകയല്ല ഈ പടം ഇറങ്ങുന്നത്, ഇത് മാർട്ടിൻ ആൻഡ് ബിപിൻ പ്രൊഡക്ഷൻസ് എന്നുള്ള പേരിലായിരിക്കും. കാരണം എൻ്റെ ടൈറ്റിൽ വെക്കാൻ പറ്റത്തില്ല, കാരണം നിങ്ങളുടെ അപാരമായ വാശിയാണ് ഈ സാധനം. ഇന്നത്തെ ശ്രീനിയേട്ടൻ ഡാഡി കൂളിലും ബെസ്റ്റ് ആക്ടറിലും പറഞ്ഞത്, നൗഷാദേ ഇതിൻ്റെ തിരക്കഥ ഞാൻ വായിച്ച്, ഇതിലെ തിരക്കഥാകൃത്തിന് ഒരു ഗുണമുണ്ടാകുകയില്ല, ഇതിൻ്റെ സംവിധായകനും ഗുണമുണ്ടാകുകയില്ല, നടനും ഗുണമുണ്ടാകുകയില്ല, ഒബ്വിയസ്ലി ഒരു പ്രൊഡ്യൂസർക്ക് എന്ത് ഗുണമുണ്ടാകും എന്ന് പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് മുടങ്ങിപ്പോകാനായിട്ട് നിൽക്കുന്ന 3-4 പ്രൊഡ്യൂസർമാരോട് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ചോദിച്ച ചോദ്യമാണ്, സുന്ദരനായിട്ടുള്ള മമ്മൂട്ടി ചാൻസ് ചോദിച്ച് നടക്കുക, ആരാണ് ചാൻസ്? ഞാൻ പറഞ്ഞു അത് ക്യാരക്ടറാണ്. മമ്മൂട്ടിയേക്കാൾ സുന്ദരനായിട്ടുള്ള ആൾക്കാർ കേരളത്തിലുണ്ട്, ഇവർ ചാൻസ് ചോദിച്ചാൽ അത് ക്യാരക്ടറാണ്. പക്ഷെ അത് ആൾക്കാർ സമ്മതിക്കുകയില്ല. ഈ ബഹളങ്ങളും പരിപാടിയും എല്ലാം കൂടെ കഴിഞ്ഞ് ഇത് റിലീസാകുന്ന ദിവസം എന്നെ മാർട്ടിനെ എടുത്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ കോൺവേ പോകുന്നു. നേരെ കാറേ കയറും, മമ്മൂക്കയുടെ കോള് വരും, എന്തേ സംഗതി ഹിറ്റായെന്ന് പറഞ്ഞു, സന്തോഷമായോ? ഞാൻ പറഞ്ഞു മമ്മൂക്കയ്ക്കല്ലേ സന്തോഷമാകണ്ടേ, ഞങ്ങളെ കുറേ തെറി വിളിച്ചല്ലേ. എന്നാൽ പിന്നെ പ്രൊഡ്യൂസർ അടിച്ചിട്ട് കള്ള് മേടിച്ചു തരാൻ പറ. അവന് കള്ളടിയില്ല, ബീറടിയേ ഉള്ളൂ, എന്നാൽ ഒരു കേസ് ബീർ മേടിച്ചു തരാൻ പറ പ്രൊഡ്യൂസറോട് എന്ന് പറയുന്ന ഇതേ നൗഷാദ് ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ഭാവിയിൽ ജോർജ് സാർ ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന സാധനമാണ്. ഭാവിയിൽ ജോർജ് സാറിൻ്റെയൊക്കെ പടം ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഡേറ്റ് തരണം കേട്ട് എന്ന് പറയുന്നു. ശ്രീനിയേട്ടൻ പറയുന്നു ഞാൻ എൻ്റെ പ്രസ്താവന മായ്ച്ചു കളയുന്നു എന്ന് പറയുന്നു. നമുക്ക് എങ്ങാനും ആ പടം ഇരുന്ന് പോയാൽ ഇന്ന് മലയാള സിനിമയിൽ ഞാനോ മാർട്ടിൻ പ്രക്കാട്ടോ ഉണ്ടാകില്ല, വാഷ്ഡ് ഔട്ട് ആവും. അതൊരു റിസ്ക് എടുക്കാനായിട്ടുള്ള കാരണം ഒരു കരിയർ, ഒരു സ്വപ്നം, അല്ലെങ്കിൽ നമ്മൾ സിനിമ എന്ന് പറഞ്ഞിട്ട് സങ്കല്പിച്ച യവനിക കണ്ട കാലം മുതൽ ഇങ്ങനെ കണ്ടുവന്ന ആ സിനിമയുടെ സ്വപ്നങ്ങൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന ആ വിജയവും പരാജയവും ഇതിനകത്ത് സാമ്പത്തികമായിട്ട് വിജയം എന്ന് പറയുന്നത് ഭയങ്കര ഡിസൈസീവ് ഫാക്ടറാകുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ചില ധൈര്യങ്ങൾ എടുക്കാനായിട്ട് പറ്റാത്തത്. ആ ധൈര്യമില്ലാത്ത ഭീരുവായിട്ടുള്ള ഞാൻ പലപ്പോഴും ജിയോ ബേബിയെ പോലെയുള്ള അത്രയും ധൈര്യം കാണിക്കുന്ന, കാരണം അവിടെ ആ താരപദവി ഇല്ലാതെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് കേട്ടോ. അവിടെ ഈ താരം എന്ന് പറയുന്ന ഒരു സാധനം, ആ പാരഡൈം ഷിഫ്റ്റ് ഇപ്പുറത്ത് സംവിധായകനിലേക്ക് വരുമ്പോൾ, ഇപ്പം മാർട്ടിൻ സ്കോർസീസയ്ക്ക് മറ്റേ ലിയനാർഡോ ഡി കാപ്രിയോ ഒന്നും വേണ്ട, ഏത് നടനെ വെച്ചിട്ടും അയാൾക്ക് ഹിറ്റുകൾ ഉണ്ടാക്കാം. പക്ഷേ അയാൾ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. കാപ്രിയോയെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിനറോയെ ഉപയോഗിക്കുന്നുണ്ട്, അത്രയും വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള താരങ്ങളെ ഉപയോഗിക്കുന്നത് ഒരു എളുപ്പപ്പണി കൂടിയാണ്. കാരണം ഒരു മിനിമം ഗ്യാരണ്ടി അതിനകത്ത് കിട്ടുന്നത്. ഈ മിനിമം ഗ്യാരണ്ടി നമ്മളെ പലപ്പോഴും, ഞാനൊക്കെ സാധാരണഗതിയിൽ ഇത്തിരി കാശുകാരനായിട്ട് നല്ല സുഖിച്ച് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരു സാധാരണ മലയാളി മാത്രമാണ്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയം പറയാനായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ തന്നെ ഡാ നീ മറ്റേ ഡയലോഗ് എഴുതിയവനല്ലേ എന്ന് പറയുന്ന ആ ഒരു തോണ്ടൽ. പണ്ട് വിമോചന സമരം നടക്കുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ പറയുന്നൊരു കഥയുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കത്തോലിക്കരുടെ, അവിടുത്തെ ചങ്ങനാശ്ശേരി സൈഡിലുള്ള കത്തോലിക്കരുടെ താടിയിലൊരു തഴമ്പുണ്ടെന്ന് പുള്ളി ഒരു കഥ പറയും. കണ്ടോടാ നായർപ്പടയെ കണ്ടോടാന്ന് മന്നത്ത് പത്മനാഭൻ്റെ കൂടെ ഈ മുദ്രാവാക്യം വിളിക്കുന്ന മൊത്തം കത്തോലിക്കർ. അപ്പോൾ വെന്തിങ്ങ വന്നിട്ട് ഇങ്ങനെ ഈ താടിയിലടിച്ചിട്ട് ഒരു പാടുണ്ടാകും, ആ പാടുള്ള കത്തോലിക്കരാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഭയങ്കര രാഷ്ട്രീയ ശരികൾ പറയുമ്പോൾ കണ്ണാടി നോക്കി കഴിയുമ്പോൾ തന്നെ എന്തൊരു ഡാഷുമോനാടാ എന്ന് പറയുന്ന ഒരു ആത്മപുച്ഛവും കൂടി നമ്മുടെ അടുത്ത് വരാറുണ്ട്. നമ്മൾ ഈ ചെളികൾക്കകത്ത് കിടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ചെളിയിൽ നിന്ന് മാക്സിമം വിമോചിതനാകാൻ ഞാൻ ശ്രമിക്കും എന്നുള്ളതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇതിനേക്കാൾ നല്ല സിനിമകൾ എഴുതണമെന്നുണ്ട്, നല്ല സിനിമകൾ സംവിധാനം ചെയ്യണമെന്നുണ്ട്, വളരെ പൊളിറ്റിക്കലായിട്ടുള്ള പടങ്ങൾ ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹം മാത്രമുണ്ട്. ഈ ആഗ്രഹം തടസ്സപ്പെടുത്തുന്നത് ഇത്തരത്തിൽ ഈ താരമൂല്യം എന്ന് പറയുന്നൊരു ആ വാക്ക് തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ള ഒരു പാരഡോക്സാണ്. ഒരു ചോദ്യത്തിന് കൂടി നമുക്കൊരു അവസരം കൊടുത്താൽ നേരത്തെ എഴുന്നേറ്റ് നമുക്ക്. എനിക്ക് ജിയോ സാറിനാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ സംഭാഷണത്തിൻ്റെ അവസാനം പറഞ്ഞല്ലോ, ഒരു തിരഞ്ഞെടുപ്പ് വെറും ഒരു തിരഞ്ഞെടുപ്പല്ല, അത് ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പും കൂടിയാണെന്ന്. ഇപ്പോൾ സാറ് പറഞ്ഞു ഈ സ്ക്രിപ്റ്റ് വരുന്നത് വേറൊരു പ്ലോട്ടിലും വേറൊരു സ്റ്റൈലിലുമാണ്. അപ്പോൾ അത് പിന്നീട് മാറ്റപ്പെടുകയാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ള ആ കോണ്ടെക്സ്റ്റ് രണ്ടും കൂടെ ഒരു ഡ്യുവലായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് സ്ക്രിപ്റ്റിലേക്ക് ബോധപൂർവം നടത്തിയതാണോ, അതോ അത് അങ്ങനെ ഗ്രാജുവലി ഇവോൾവ് ചെയ്ത് വന്നതാണോ എന്നുള്ളതാണ്. ബോധപൂർവം നടത്തിയതാണ്. ഇപ്പോൾ ജോബിഷ് പറഞ്ഞതുപോലെ തന്നെ ഞാനും ചിന്തിച്ചത്, എല്ലാവരെയും സംബന്ധിച്ചും തിരഞ്ഞെടുപ്പാണ് അല്ലേ. മമ്മൂക്കയുടെ കഥാപാത്രം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. മമ്മൂക്കയെ സംബന്ധിച്ച് തങ്കനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവസാനം തങ്കൻ മമ്മൂക്കയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ മമ്മൂക്കനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ടൊക്കെ ഞാൻ തങ്കൻ വോട്ട് ചെയ്യുന്ന ഷോട്ട് പോലും എടുക്കുന്നത് അല്ലേ. ആ ഷോട്ട് എടുത്തില്ലല്ലോ, സിനിമയുണ്ട് അല്ലേ. തങ്കൻ വോട്ട് ചെയ്തിട്ട് നനന്ന് വന്നിട്ട് ജ്യോതികയെ നോക്കുന്നുണ്ട്, അവരെല്ലാവരും തമ്മിൽ ചിരിക്കുന്നുണ്ട്. അതാണ് തിരഞ്ഞെടുപ്പ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു. ബിപിൻ സാറിനോട് ചോദിക്കാനുള്ളത്, ഒരു ചോദ്യത്തിന് ഒരു കാതൽ വല്ലാതെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു റൊമാൻറ്റിക് മൂവി എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു ഹെട്രോസെക്ഷൽ കപ്പിളാകുമ്പം എപ്പോഴും സ്വാഭാവികമായിട്ട് എന്താണ്, രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാവുന്നു, ഒരു പ്രശ്നം ഉണ്ടാവുന്നു, അത് ഫേസ് ചെയ്യുന്നു, അങ്ങനെ ഭയങ്കര ഹീറോയിക്കായിട്ട് അവരൊരു വിജയത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള ഒരു ഹോമോ സെക്ഷുവൽ ആയിട്ടുള്ള രണ്ട് പേരുടെ കഥ, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന സ്ട്രെസ്സ്, അല്ലെങ്കിൽ പിന്നീട് അവർ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത്, പിന്നീട് അവസാനം രണ്ടുപേരും ഒരുമിച്ച് രണ്ടുപേർക്കും പോകാൻ കഴിയുന്നു, ആ ഒരു പീക്കിലാണ് പോകുന്നത്. അപ്പോൾ ഈ ന്യൂ നോർമൽ അല്ലെങ്കിൽ ലവേഴ്സ് ലവ് എന്നുള്ള കോൺസെപ്റ്റും കാര്യങ്ങളും ഈ ടാഗ് ലൈൻ ഇത്ര ഇതാകുമ്പോൾ ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള അല്ലെങ്കിൽ കാമുകൻ തമ്മിലുള്ള ബന്ധങ്ങളെ വളരെ ഈസിയായി നമുക്ക് ക്യാമറയിലൂടെ എടുത്ത് അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാൻ കഴിയുമ്പോൾ
എന്തുകൊണ്ടൊരു ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കപ്പിളിൻ്റെ ഒരു പ്രസൻസ്, അത് ഇപ്പം കാതൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവർ ഐ കോണ്ടാക്റ്റ് ഉണ്ട്, കുറച്ച് ദൂരെ നോക്കുന്നു, ഒന്ന് അടുത്ത് വന്ന് നിൽക്കുന്നു. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പം ഇവർക്ക് ഇത്ര മതി, അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി അല്ല, അപ്പോൾ അത് കൂടുതൽ അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഒരു അതിർവരമ്പ് ഇടുകയാണോ? അല്ലെങ്കിൽ ഇപ്പോൾ കലാരൂപം, സാഹിത്യരൂപം ഇതിനൊരിക്കലും എന്താണ് ചില്ല് പൊട്ടിച്ച് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പം ഓരോ തരത്തിൽ ഒന്നിലിപ്പം നിർമ്മാതാവായിക്കോട്ടെ, അല്ലെങ്കിൽ ഡയറക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഭിനേതാക്കളായിക്കോട്ടെ, അത് വേണ്ട, അത് ഇങ്ങനെ ഒന്ന് കണ്ടാൽ മതി, നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് അടുത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞ് അതിൽ നിർത്തുകയാണോ ചെയ്യുന്നത്? അതിനോട് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഒന്ന്, ഞാൻ സംസാരിക്കുന്ന സത്യസന്ധമാണെന്ന് വിശ്വസിക്കണം. കാതലിനെ മൊത്തം എടുത്ത് നോക്കുമ്പോൾ കാതലിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഭയമാണ്, അല്ലേ? തങ്കൻ വളരെ സ്നേഹത്തോടെ മമ്മൂക്കയെ നോക്കുമ്പോൾ മമ്മൂക്കയ്ക്ക് അതേ സ്നേഹത്തോടെ അതേ തീവ്രതയോടെ മമ്മൂക്കയുടെ കണ്ണിൽ പോലും പ്രണയമില്ല എന്ന് പലരും പറഞ്ഞു. ഈ പ്രണയം കട്ട് ചെയ്തതാണ്, അത്ര പ്രണയത്തോടെ നോക്കണ്ട, അല്ലേ? കാതലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഉണ്ട്, കിട്ടും, അത് നിങ്ങൾ കേട്ട് നോക്കൂ. അതേതോ ഹൊറർ സിനിമയുടെയാണോ, നിങ്ങളെ എന്തോ പേടിപ്പിക്കാൻ പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ഭയമാണ് മമ്മൂക്കയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള കാര്യം. എല്ലാ സ്ഥലത്തും മമ്മൂക്ക നിൽക്കുന്നത്, നടക്കുന്നത് എല്ലാം അയാൾക്ക് ഭയമുണ്ട്. അപ്പോൾ തങ്കൻ അത്രയും ഭയമില്ല, തങ്കൻ അങ്ങനെ നഷ്ടപ്പെടാനൊന്നുമില്ല. തങ്കന് ആകെ കിട്ടാനുള്ളത് മാത്രമേ ഉള്ളൂ, മാത്യുവിനെ കിട്ടുക എന്നുള്ളത്. മാത്യുവിനെ സംബന്ധിച്ച് വൈഫിനെ നഷ്ടപ്പെടുന്നു, മകള് പോവുമോ, അച്ഛൻ, കുടുംബത്തിൻ്റെ വില, അതായത് കത്തോലിക്ക വലിയൊരു കുടുംബമാണ്. അതുകൊണ്ടാണ് ആ വീടിൻ്റെ മുന്നിൽ ആരും കുണ്ടെന്ന് എഴുതി വെക്കാത്തതും. തങ്കൻ സാമുദായികമായും കുറച്ചുകൂടെ പിന്നോക്കത്തിൽ നിൽക്കുന്നുണ്ട് അയാളുടെ വീടിൻ്റെ മുന്നിൽ അത് എഴുതുന്നത്. പിന്നെ നമുക്ക് പ്രണയം കാണിക്കണമെങ്കിൽ, ഇഷ്ടം കാണിക്കണമെങ്കിൽ, ഫിസിക്കൽ ഇൻറ്റിമസി കാണിക്കണമെങ്കിൽ അത് ആവാം. ഈ സിനിമയ്ക്ക് ഞങ്ങൾക്കതൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ആ സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടാണ് ഇതിലെ മനുഷ്യരെല്ലാം കണക്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര ഹൈ ഉള്ള മൊമെൻ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ഹൈ എന്തോരം കൊടുക്കാൻ പറ്റുമെന്ന് മാത്രം നോക്കിയിട്ടുള്ളൂ, അല്ലാതെ അങ്ങനെ ഈ സിനിമയ്ക്ക് വേണമെന്ന് തോന്നിയില്ല. ഞാൻ വേറൊരു സിനിമ ചെയ്യുന്നുണ്ട് കുറെ കൂടെ ഇൻറ്റിമേറ്റ് സീൻസൊക്കെ ഉള്ള. അല്ല, ഞാനത് കളിയാക്കിയതല്ല, നമുക്ക് ഈ സിനിമയ്ക്ക് അത് തോന്നി. അല്ല, ഇത് ഞാൻ ഒത്തിരി വിമർശനങ്ങൾ വന്നതാ. എന്തുകൊണ്ടാണ് അവർക്കൊന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താ, അല്ല എന്നൊക്കെ. ഞാൻ ആ ചോദ്യങ്ങളൊന്നും റദ്ദീയല്ല കേട്ടോ. ആ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഏറ്റവും വാല്യൂ ആയി ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് കണ്ടതെന്നത് സത്യമാണ്. അല്ലാതെ ഈ സിനിമയുടെ ആദ്യത്തെ തിരക്കഥയും എൻ്റെ ഇമെയിലിൽ കിടപ്പുണ്ട്, അതിലും ഇല്ല. അതായത് നമ്മൾ മമ്മൂക്ക വന്നുകൊണ്ട് മാറ്റിയതൊന്നുമല്ല. അത് ഈ സിനിമയ്ക്ക് അത് ആവശ്യം തോന്നിയില്ല. നമ്മളിതിൽ ആദ്യം അവരെഴുതുമ്പോൾ ഇതിൽ മമ്മൂക്ക അഭിനയിക്കുന്ന ഓർത്തെഴുതിയ സ്ക്രീൻ പ്ലേ അല്ല, രണ്ട് മനുഷ്യരുടെ കഥ എന്നുള്ള രീതിയിൽ എഴുതിയത്. അതിലൊന്നും ഇല്ല, നമുക്കത് തോന്നിയില്ല. പിന്നെ ഞാൻ ഒരു കാര്യം സത്യസന്ധമായും കൂടെ പറയാം, ഈ സിനിമ പരമാവധി മനുഷ്യർ കാണണേന്ന് ഞാൻ ആഗ്രഹിച്ചു, അല്ലേ? ഇനി ആരെയും കെട്ടിപ്പിടിച്ചതുകൊണ്ടോ, ആരെയും ഉമ്മ വെച്ചതുകൊണ്ടോ, ആരെയും കാണാതെ പോകരുതെന്ന് പറയുന്നത്, ഈ സിനിമേനെ എത്രയും പേരെ കാണിക്കാവോ അത്രയും ആസ് എ പ്രൊഡ്യൂസർക്ക് നല്ലത്. മാത്രമല്ല ഞാൻ വിചാരിക്കുന്ന സൊസൈറ്റിക്ക് നല്ലതെന്നാണ് വിശ്വസിക്കുന്നത്. എൻ്റെ ഈ നേരത്തെ പറഞ്ഞ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ മറ്റേ ഷോർട്ട് ഫിലിം എടുത്ത കാര്യം പറഞ്ഞു, അവനറിയത്തില്ല അവൻ ആ സിനിമ എടുത്ത കാര്യം. പക്ഷേ അത്രയും ബോധമില്ലാത്തവന് പോലും അറിയാം ആണുങ്ങളും കല്യാണം കഴിക്കുമെന്നും പെണ്ണുങ്ങളും കല്യാണം കഴിക്കുമെന്നും അവരൊരുമിച്ച് ജീവിക്കുമെന്നും അവൻ്റെ ക്ലാസ്സിലുള്ള ഒരുപറ്റം വിദ്യാർത്ഥികളെ അത് ബോധിപ്പിക്കാൻ പറ്റിയതും കേരളത്തിലുടനീളം ഒരുപാട് കുട്ടികളുമായിട്ട് അച്ഛനും അമ്മയും വന്ന് സിനിമയൊക്കെ കാണാൻ ഇതും കൂടെ ഒരു കാരണമാണ്. അത് സെക്കൻഡറിയാണ്. അങ്ങനെ വരുത്തണം എന്നുള്ളത് നമുക്ക് ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ സീൻസ് ഒഴിവാക്കിയെന്നല്ല, പക്ഷെ മമ്മൂക്കയും ജ്യോതികയൊക്കെ വരുമ്പോൾ നമ്മൾ നേരത്തെ ബിപിൻ ചന്ദ്രൻ പറഞ്ഞ പോലെ ആൾക്കാരെ കൂട്ടാൻ ഞങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, അല്ലേ? നിങ്ങളും ആദ്യം ഇത് കാണാൻ തീരുമാനിക്കുന്ന മമ്മൂക്കയുണ്ട്, ജ്യോതികയുണ്ട്, ഇത് കണ്ടേ പറ്റൂ. അങ്ങനെ വരുന്ന മനുഷ്യരെ നമ്മൾ എന്താ പറയുക, ഞങ്ങൾ ആലോചിച്ച സിനിമ തന്നെ ഇത്. അതിനൊരു കാരണം, ഇതൊന്നും ഇല്ലാത്തതും അതിൽ മുഴുവൻ കിസ്സിങ്ങും മറ്റേതോ മറിച്ചാന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. ഇതിന് ഈ തിരക്കഥയ്ക്കോ സിനിമയ്ക്കോ ആവശ്യമായിട്ട് ഞാൻ പറഞ്ഞതല്ല, അത് ഞങ്ങൾ ആലോചിച്ച് പോയിട്ടുണ്ട്. അതിൻ്റെ ഫിലിം മേക്കിങ്ങിനൊന്നും ബാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു സിനിമ ചെയ്ത് നമ്മളെ കോളേജിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇപ്പോൾ ബിബിൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ധൈര്യമുണ്ടെന്ന്. എനിക്ക് അങ്ങനെ അത്തരത്തിൽ ധൈര്യമുള്ളൊരു ഫിലിം മേക്കർ അല്ല ഞാൻ ഭയങ്കര പേടിയുള്ളവനും ഇന്ന് വരെ ജീവിതത്തിൽ ഒരു തല്ല് പോലും ഉണ്ടാക്കാത്തൊരു മനുഷ്യൻ. എനിക്ക് പേടിയാണ് തല്ലുണ്ടാക്കാനോ
ഒരു ബാറിലോ എവിടെയെങ്കിലും പോയി നമ്മൾ രാത്രി ഇരിക്കുമ്പോൾ അവിടുത്തെ അടി കാണുമ്പോൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് ഉണ്ടായിപ്പോയിട്ടുള്ള ചില സംഗതികൾ. ഇതങ്ങ് പറഞ്ഞേക്കാം, അതിന് ധൈര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ വില്ലുവണ്ടി ഓടിച്ച മനുഷ്യൻ എന്തോ ധൈര്യം വേണം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഏതെങ്കിലും കോണിൽ എല്ലാ പ്രൊട്ടക്ഷനും അടക്കം മമ്മൂട്ടിയെ പോലെ ഒരു ആക്ടറെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നതിന് നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്യുന്നേ ഉള്ളൂ. താങ്ക് യു. ധൈര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഫസ്റ്റ് കറേജ് ഈസ് നോട്ട് ടു ഫോളോ ദ ക്രൗഡ് എന്നാണ് അല്ലേ, ഒരാൾക്കൂട്ടത്തെ പിന്തുടരാതിരിക്കാനുള്ള നിങ്ങളുടെ ശേഷിയാണ് ധൈര്യം എന്ന് ഒരിക്കൽ ഓഷോ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഒപ്പം ഞാൻ ഈ സെഷൻ MTക്കുള്ളൊരു ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണ്. നല്ല സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊരു ബ്ലേഡ് പോലെയാണ്, നിങ്ങൾക്കത് മുഖം മിനുക്കാനും ഉപയോഗിക്കാം, കഴുത്ത് മുറിക്കാനും ഉപയോഗിക്കാം എന്ന് പറഞ്ഞ അദ്ദേഹം ഗംഗാനദിയിലെ സ്രാവുകളെക്കുറിച്ചാണ് പറയുന്നത്. ഗംഗാനദിയിലെ സ്രാവുകൾ നരഭോജികളായി തീർന്നത് ഒരിക്കലും അങ്ങനെ ആയി മാറില്ല സ്രാവുകളെന്ന് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഗംഗയുടെ തീരങ്ങളിൽ പാതിവെന്ത മനുഷ്യ ശരീരങ്ങൾ ഗംഗയുടെ ആ നദിക്കയങ്ങളിലേക്ക് എറിയുമ്പോൾ അത് യാദൃശ്ചികമായി രുചിച്ചു നോക്കിയ സ്രാവുകൾ പിന്നീട് നരഭോജികളായി തീരുകയായിരുന്നു. അതുകൊണ്ട് നല്ല സിനിമകൾ ഉണ്ടാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ വഴിതെറ്റും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ സർഗാത്മകത കണ്ടെത്തട്ടെ എന്നും നമ്മുടെ കൂടെ ഇരിക്കുന്നത് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാവുന്ന 2 സിനിമ അല്ലെങ്കിൽ ക്രിയേറ്റർമാരാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇത്രയും നേരത്തെ നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.